ഇനി ഇവിടെ നോക്ക്, ഈ ഉദാഹരണത്തിൽ ആരൊക്കെ ഉള്ളത്? വല്യുപ്പ, ജദ് പറഞ്ഞാൽ വല്യുപ്പ, സൗജ് എന്ന് പറഞ്ഞാൽ ഭർത്താവ്, സൗജത്ത് എന്ന് പറഞ്ഞാണ് ഭാര്യ, സൗജ് ഭർത്താവ്. ഉമ്മ ആരാണ്? ഉമ്മ. ഓക്കെ, ഇതിൽ ജദ് എന്താണ്? അസബ. ജദ് എന്താണ്? അസബ. മക്കളുണ്ടോ? മക്കളില്ല. അപ്പം ബാക്കി സ്വത്ത് മുഴുവൻ കിട്ടുന്ന വ്യക്തി ആരാണ്? വല്യപ്പ. സൗജ് മക്കളില്ലാത്തതുകൊണ്ട് തന്നെ എത്ര കൊടുത്ത്? പകുതി കൊടുത്ത്. ഉമ്മക്ക് എത്ര കൊടുത്ത്? 1/3 കൊടുത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് മൊത്തം ടോട്ടൽ? 6 പകുതി എന്ന് പറയുമ്പോൾ എത്ര പോയി? 3 ഭർത്താവിന് കൊടുത്ത് അല്ലേ? 6 മസാല, അസ്ലുൽ മസാല എന്ന് അതിന് പറയാം. ഇതിൽ ജദ്ദിന് 1 വരും, അത് ബാക്കിയുള്ള 1. ഓക്കെ, പകുതി എന്ന് പറയുമ്പോൾ 3 കൊടുത്ത്. 3 6 എത്ര? 3 ഉണ്ട്, 2 3. അതായത് 2 ഇവിടെ കൊടുത്ത് ബാക്കി വന്ന 1 വല്യപ്പക്കും കിട്ടി. ഉപ്പയെപ്പോലെയാണ് ആര്? ജദ്. പക്ഷേ ഉപ്പയുണ്ടെങ്കിൽ ലഭിക്കില്ല. ഇവിടെ ഉപ്പയില്ല. ഇനി ഒരു വിഷയമുണ്ട്. ഇതിലിവിടെ ഈ ജദ്ദിനെ മാറ്റി വാപ്പനാക്കിയാൽ ഉമ്മക്ക് വാപ്പനേക്കാളും കൂടുതൽ സ്വത്ത് കിട്ടുന്നൊരു സാഹചര്യം ഇവിടെ വരുന്നത് കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആദ്യം ഭർത്താവിൻ്റെ ഓരി കൊടുത്തിട്ട് ഭർത്താവിനെ പിരിച്ചുവിടുക, ബാക്കിയുള്ളതിൻ്റെ 1/3 ആർക്ക് കിട്ടുക? ഉമ്മക്ക്. അപ്പം എന്ത് ചെയ്യും? മനസ്സിലായി? അത് അവിടെ വാപ്പയാണ് വരുന്നതെങ്കിൽ. കാരണം വാപ്പക്കൊന്നും ഉമ്മക്ക് 2 ആവുമോ? ഇല്ല, വരൂല. അപ്പോൾ അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ ഈ വല്യപ്പ എന്നുള്ളത് മാറിയിട്ട് ഇവിടെ വാപ്പാന്ന് വരികയാണെങ്കിൽ മസാല പ്രകാരം ഇങ്ങനെ വരിക. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിന് അതിൻ്റെ നിർണിതമായ ഓഹരിയിൽ പകുതി ഭർത്താവിന് അർഹിക്കുന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ സുലുസുൽ ബാക്കിയുള്ളതിൻ്റെ 1/3 ആർക്ക്? ഉമ്മക്ക്. ബാക്കിയുള്ളത് വാപ്പക്കുമാണ് വരിക. എങ്ങനെ? അതായത് അത് അങ്ങനെ വരുള്ളൂ. അതായത് ഈ ഭർത്താവിനുള്ളത് പകുതി ഭർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് എന്ത്? 1/3 ഉമ്മക്കും ബാക്കി വരുന്നത് വാപ്പക്കും വരുന്നത്. മനസ്സിലായോ? ഈ ഭർത്താവിൻ്റെത് കൊടുത്തതിന് ശേഷം. അല്ല, അതിനെന്താ വെച്ചാൽ ഒരു വിഷയത്തിൽ ചർച്ചയുള്ള, ഇപ്പോൾ ഒരു മസാലയിൽ, ഒരു ചർച്ചയുള്ള ഒരു മസാലയിൽ സ്വഹാബാക്കൾ ആ ഇതിൽ ഇന്നതാണ് അതിലുള്ള ശരിയായ നിലപാടെന്ന് പറഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫ അർ-റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി. അപ്പോൾ നമ്മൾ അവരെക്കാൾ എന്തുള്ളവരല്ല, ഇത് മാറ്റി തിരുത്തിയിട്ട് അതെ, കംപ്ലീറ്റ്. പക്ഷേ ആ ഖുർആനിലുള്ള നിയമങ്ങൾ നമ്മൾ തത്ബീഖ് ചെയ്യുമ്പോൾ തത്ബീഖിൽ വരുന്ന ഇത് എങ്ങനെയാണ് ഓരി വെക്കേണ്ടത് എന്നുള്ള അവരുടെ കാലഘട്ടത്തിൽ ഇത് ഓരി വെച്ചിട്ടുണ്ടല്ലോ. ഇത് ഓരി വെക്കാതെ നടന്നൊരു സംഗതിയല്ലല്ലോ. ഇത് എങ്ങനെയാണ് ഓരി വെക്കലും ഓരോ മസാലകളും കാര്യങ്ങളൊക്കെ അവരുടെ ഇതിലുണ്ടായി. അവരെ ആ മസാലകളിൽ എങ്ങനെയാണത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇതിലെന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും നിങ്ങളെ പേരത്തെ എങ്ങനെ ഓരി വെക്കലെന്ന് ഖുർആനിൽ പഠിപ്പിക്കില്ല. ഖുർആനിൽ അതിൻ്റെ പൊതുവായ ഇതാണ് പറഞ്ഞുതരിക. അപ്പോൾ അതിന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എതിരൊന്നല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഈ സാധാരണ നിലക്ക് ഖുർആൻ്റെ അധ്യാപനം അനുസരിച്ച് ഈ പറഞ്ഞ പിതാവ് എന്ന ഗണത്തിൽ വരുന്ന ആൾക്ക് മാതാവിനേക്കാൾ കുറവ് കിട്ടുന്നൊരു സാഹചര്യം വരൂല പൊതുവിലുള്ള ഖുർആൻ്റെ അധ്യാപനം. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു മസല ഖുർആൻ്റെ അധ്യാപനം വെച്ചിട്ട് നമുക്ക് ഓരി വെക്കാൻ പറ്റുക? അതാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഈ ഭർത്താവിന് കൊടുക്കാനുള്ളത് കൊടുക്കുക, ബാക്കിയുള്ളത് 1/3 ആർക്ക്? ഉമ്മക്ക് കൊടുക്കും, ബാക്കിയുള്ളത് ആർക്ക് കിട്ടും? വാപ്പ കിട്ടും. അപ്പം ഖുർആനിൽ പറഞ്ഞ അതേപോലെ വരും. അതുകൊണ്ടാണ് അദ്ദേഹം വെറുതെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ട് പറഞ്ഞല്ല. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. സൗജ. എന്താ സൗജ പറഞ്ഞാൽ? ഭാര്യ. ഉമ്മ. ജദ്ദ വല്യുമ്മ. ഇബ്ന്. ആരാ ഇബ്ന്? മകൻ. ഓക്കെ, ഇതിൽ ഭാര്യക്ക് കൊടുക്കുമോ? ഭാര്യക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കണ ഒരു വിഷയം വരില്ല.
ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എപ്പോഴും കിട്ടും. അപ്പോൾ ഇവിടെ ഭാര്യയ്ക്ക് നമ്മൾ ഇനി നോക്കേണ്ടത് ഭാര്യയ്ക്ക് 8-1 കൊടുക്കണോ 4-1 കൊടുക്കണോ? അപ്പം മകൻ ഉള്ളത് കൊണ്ട് ഭാര്യയ്ക്ക് എത്ര വരിക? 8-1. എന്നാൽ കൊടുത്തോളി, 8-1 കൊടുത്തോ. അപ്പോൾ ഭാര്യയ്ക്ക് 8-1. ഇനി ഉമ്മക്ക് എത്ര കൊടുക്കണം? മകനുള്ളതുകൊണ്ട് ഉമ്മക്ക് എത്ര കൊടുക്കണം? 6-1. വല്യുമ്മ എന്തുകൊണ്ടല്ലാത്ത? ഉമ്മ ഉണ്ടെങ്കിൽ ആർക്ക് കിട്ടൂല? വല്യമ്മക്ക് കിട്ടൂല. ഇപ്പം ക്ലിയർ ആയിട്ടോ ഇങ്ങനെ റൂട്ട് ഇങ്ങനെ? ഓക്കെ. അപ്പോൾ വല്യമ്മക്ക് കിട്ടിയില്ല. ഇനി മകൻ എന്തായിരിക്കും? അസബ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, മകൻ എന്ന് പറഞ്ഞ ഒരാൾ അനന്തരാവകാശത്തിൽ അസബായിട്ടേ വരുള്ളൂ. അയാൾക്ക് നിർണിതോഹരി എവിടെ ഇല്ല. മകൻ എന്നുള്ള ഗണത്തിൽപ്പെടുന്ന ഒരാൺതരിക്കും എന്തില്ല? നിർണിതോഹരില്ല. അത് വാപ്പക്ക് മാത്രമാണ്. ഈ ആൺതരികളിൽ വാപ്പക്ക് മാത്രമാണ് എന്തുള്ളത്? ഒരു 6-1 എന്ന് പറഞ്ഞൊരു നിർണിതോഹരിൻ്റെ ഒരു വിഷയം വരുന്നത്. ബാക്കിയുള്ള ഒരു ആൺതരിക്കും എന്തില്ല? നിർണിതോഹരില്ല. ഉമ്മത്തെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞൊരു അവിടെ മാത്രമുള്ളത്. ഓക്കെ. പൊതുവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഉമ്മൻ്റെ ഭാഗത്തു നിന്നല്ലാതെ വാപ്പൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഇതുണ്ടല്ലോ, മകൻ, അതേപോലെ പിതാവ്, പിന്നെ സഹോദരൻ, അതേപോലത്തെ പിതൃവ്യൻ എന്നൊക്കെ പറയുന്ന ആ ഗണത്ത് വരുന്ന ഒരു ആണുങ്ങൾക്കും നിർണിതോഹരില്ല വാപ്പക്കല്ലാതെ. ഓക്കെ. അപ്പോൾ അവിടെ നോക്കുക. അപ്പോൾ ഈ മസല നോക്കി നോക്കുക. ഒരാൾ മരിച്ചപ്പോൾ അയാളുടെ ഭാര്യയുണ്ട്, ഉമ്മുണ്ട്, വല്യുമ്മുണ്ട്, മകനുണ്ട്. അപ്പോൾ വല്യുമ്മക്ക് ഇല്ല, കാരണം ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ വല്യുമ്മക്ക് ഇതിൽ അവകാശമില്ല. അപ്പോൾ ഇതിൽ ഭാര്യയ്ക്ക് 8-1 കൊടുത്ത്. ഇപ്പോൾ നമ്മൾ നോക്കണ്ടേ എന്തുകൊണ്ടാണ് ഞാനിവിടെ 4-1 കൊടുക്കാതെ 8-1 കൊടുത്തത്? മകനുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, മക്കൾ ഗണത്തിൽ ആണോ പെണ്ണോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് 8-1 കൊടുക്കുക. മക്കൾ എന്ന ഗണത്തിൽ ആണുമില്ല പെണ്ണുമില്ല ആരും ഇല്ലെങ്കിൽ എന്തു ചെയ്യും? 4-1 കൊടുക്കും. അത്രമാത്രം നോക്കിയാൽ മതി. ഭാര്യൻ്റെ കേസിലും ഭർത്താവിൻ്റെ കേസിലും മക്കളുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഉമ്മയുടെ കേസിൽ നമ്മൾ നോക്കും, സഹോദരങ്ങൾ എന്നുള്ള ഗണത്തിൽ ആരെങ്കിലും ഉണ്ടോ, അതേപോലെ തന്നെ ഉമ്മയുടെ കേസിൽ മക്കൾ എന്നുള്ള ഗണത്തിൽ ആരെങ്കിലും ഉണ്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തായി? പിന്നെ നമ്മൾ 8-1 ഇവിടെ കൊടുത്തു, 6-1 ഇവിടെ കൊടുത്തു. വല്യമ്മക്കില്ല, മകൻ എന്താണ്? ഒരു അയിനിട്ട് കൊടുക്കുക, അസബ. ഓക്കെ. ഇനി 8ഉം 6ഉം ഹരിച്ചാൽ പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 24. അപ്പോൾ ഈ മൊത്തം എത്ര ഓരിയുള്ളത്? 24 ഓരി. എങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത്? അതായത് ഇവിടുത്തെ ഈ നിർണിത ഓഹരിയിൽ ഇതിൻ്റെ അടിയിലെ സംഖ്യ ഹരിച്ചാൽ പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ 24 അപ്പോൾ നമ്മൾ 24 എടുത്ത് എത്ര 8 ഉണ്ട് 24? 3 8 24. അപ്പം ഭാര്യയ്ക്ക് 3 ഓരി. എത്ര 6 ഉണ്ട് 24? 4 6 24. അപ്പോൾ ഉമ്മക്ക് 4. വല്യമ്മക്ക് ഒന്നുമില്ല, കാരണം എന്താ? വല്യമ്മ അവകാശി അല്ല. ഇനി 7 ഓരി കുറച്ചാൽ 24 7 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 17. ആർക്ക് കിട്ടി? മകന് കിട്ടി. അപ്പം നിങ്ങൾ ചോദിക്കും, മകൻ്റെ കൂടെ ഒരു മകളും കൂടി ഉണ്ടെങ്കിലോ? മകളും കൂടി ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അതായത് മൊത്തം ഈ 17നെ 3 ഓരിയാക്കും. 2 ഓരി മോനെടുക്കും, 1 ഓരി മോഹൂർ. മനസ്സിലായോ? അതായത് ഒന്നുകൂടി പറഞ്ഞാൽ എവിടെ നോക്കി? അതായത് ഇപ്പൊ 17 എത്ര ഉള്ളത്? 17 ബാക്കി കിട്ടിയത്. ഇവിടെ നമ്മളിപ്പോൾ 3 പെൺകുട്ടികളും 3 പെണ്ണും 1 ആണെന്ന് വിചാരിക്കുക. ഇവരൊക്കെ അസബയാണ്. ആണും പെണ്ണും ഒരേ ദറജ വന്ന അവരെന്താണ്? അസബയാണ്. അപ്പോൾ ബാക്കിയുള്ളതാണ് അവർക്ക് കിട്ടുക. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ 17 ഓരിനെ നമ്മൾ നോക്കുക. പെണ്ണുങ്ങൾ എത്ര ഉള്ളത്? 3 ആൾ. അപ്പോൾ 3 ഓരി. ആണിൻ്റെ ഓരി ഡബിളാക്കുക. അപ്പോൾ ഒരാണ്, അപ്പോൾ 2. അപ്പോൾ ടോട്ടൽ എത്ര ഓരിയുണ്ട്? 5 ഓരി. 17നെ 5 കൊണ്ട് ഹരിച്ചാൽ ഇത് ചെയ്യാം. നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചില്ല. ഇനി മരിച്ച ആളുടെ ഉപ്പൻ്റെ അമ്മയും വല്യമ്മയാണ്, ഉമ്മൻ്റെ അമ്മയും
വല്യമ്മയാണ്. ഉപ്പൻ്റെ അമ്മയും വല്യമ്മയാണ്, ഉമ്മൻ്റെ അമ്മയും വല്യമ്മയാണ്. പക്ഷെ നമ്മളിവിടെ ഉമ്മ ഉണ്ടെങ്കിൽ രണ്ടാക്കും കിട്ടില്ല. ഓക്കെ, ഇനി ഉമ്മയുള്ളതിനാൽ ജദ്ദക്ക് കിട്ടില്ല, അവിടെ എഴുതി. ഓക്കെ, ഇനി ശ്രദ്ധിക്ക്, മകൾ, ഇത് മകളുടെ അനന്തരാവകാശം. ഒന്ന്, മകൾക്ക് പകുതി കിട്ടുന്ന അവസ്ഥ. ഒരു മകൾ മാത്രം, മയ്യത്തിന് ആൺമക്കളില്ല. എത്ര കിട്ടുക? ആൺമക്കളില്ല പറഞ്ഞാൽ ആ ദറജയിലുള്ള ആൺമക്കളില്ല, ആ പെൺകുട്ടീൻ്റെ അതേ ദറജയിലുള്ള ആൺകുട്ടികളില്ലെങ്കിൽ പകുതി സ്വത്ത് ആ മകൾക്ക്. ഒരു മകൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒറ്റ മകൾ. ഇനി ഒന്നിൽ കൂടുതൽ പെൺമക്കൾ, മയ്യത്തിന് ആൺമക്കളില്ല, എത്ര കിട്ടുക പെൺമക്കൾക്ക്? 2/3 ഓർക്കുള്ളതാണ്. പിന്നെ പെൺകുട്ടി അസബയാകും, അതായത് നിർണീത ഓഹരിക്കാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള മൊത്തം കിട്ടുന്ന അവസ്ഥ. എപ്പോഴാണ് ഈ പെൺകുട്ടി അസബയാവുക? ആ ആൺമക്കളുണ്ടെങ്കിൽ പെൺമക്കൾ അവനോടൊപ്പം അസബയായി തീരും. ആൺമക്കൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അതേ പദവിയിലുള്ള ആൺകുട്ടി ഉണ്ടെങ്കിൽ എന്തായി തീരും? അസബയായി തീരും. ഉദാഹരണം ഞാൻ ബോർഡിൽ എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഉദാഹരണം, ഒരാൾ മരിച്ച്, അയാളുടെ ഭാര്യ, ഓക്കെ, 3 ബനാത്ത്, 3 പെൺകുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഇബിൻ, ഒരു ആൺകുട്ടിയുണ്ട് ഇബിൻ. ഓക്കെ, പിന്നെ ഇബ്നുൽ ഇബിൻ, മകൻ്റെ മകൻ. ഇതിൽ നമ്മൾ മകൻ്റെ മകൻ ആദ്യം തന്നെ കട്ട് ചെയ്യും. കാരണം എന്താ? മകനുള്ളതുകൊണ്ട്. ഓക്കെ, ഇപ്പം ഈ മകനില്ലാതെ വെറും 3 പെൺകുട്ടികൾ എന്നാണെങ്കിൽ നമ്മൾ നേരെ അവർക്ക് 3/2 ഇത് കൊടുക്കും. പക്ഷെ ഇവിടെ കൊടുക്കാൻ പറ്റില്ല, കാരണം അവരുടെ അതേ പദവിയിലുള്ള ആണുള്ളത് കൊണ്ട് എന്തായി, അവരെല്ലാവരും കൂടി അസബയായി മാറി. അപ്പം നമുക്ക് ആകെ ഉള്ളത് ആരാണ്? ഭാര്യ. മക്കളുള്ളത് കൊണ്ട് ഭാര്യയ്ക്ക് എത്ര വരിക? 1/8 ഭാര്യയ്ക്ക് കൊടുത്ത്. അപ്പം മൊത്തം ടോട്ടൽ മസാല എത്രയാണ്? 8. 8-ൽ 1 ആർക്ക് കൊടുത്ത്? ഭാര്യയ്ക്ക് കൊടുത്ത്. ബാക്കി എത്ര ഉള്ളത്? 7. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നോക്ക്, 3 പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ 3 ഓരി, ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞാൽ 2 ഓരി. അപ്പോൾ എത്രയായി? ടോട്ടൽ 5 ഓരി. 5-നെ 7 കൊണ്ട് ഗുണിച്ചാൽ അങ്ങനെ ചെയ്യുന്നിട്ടായിരിക്കുക. മനസ്സിലായി? ഡിവൈഡ് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുക, ഇപ്പോൾ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, നിങ്ങൾ ബേജാറാവണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഭിന്നസംഖ്യ കിട്ടാതെ കറക്റ്റ് സംഖ്യ കിട്ടണമെങ്കിൽ ആദ്യം ഓരിനെ ഇതുകൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ഹരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുമോ? എനിക്കെന്നെ കണക്കറിയില്ല, പിന്നെ നിങ്ങൾ ഇതിൻ്റെ അത്രയും അറിയില്ലേ? അല്ല, എനിക്ക് അത്ര കണക്കറിയില്ല, അപ്പം എൻ്റെ അത്രയും കണക്കറിയില്ല നിങ്ങൾക്ക്. അതായത് നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? 5 ഓരിയാക്കിയിട്ട് 5 7 അരിക്കണം, 5 കൊടുക്കുക. അപ്പോൾ ഭിന്നസംഖ്യ കിട്ടുക. അപ്പം ഇങ്ങനെ നമ്മൾ കിടന്നിട്ട് വട്ടം കറങ്ങും. ആ വട്ടം കറങ്ങാതെക്കാൻ എന്ത് ചെയ്യുക? 5-നെ 7 കൊണ്ട് ഗുണിക്കുക. ഈ 5 ഓരിനെ 7-നെ ഗുണിക്കുക, 35 കിട്ടും. എന്നിട്ട് 5 ഓരി വെക്കുക. അപ്പോൾ ഭിന്നസംഖ്യ ആവില്ല എന്നർത്ഥം. മനസ്സിലായേ? അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? ടോട്ടൽ എത്ര തുകയാണോ ഉള്ളത്, അല്ലെങ്കിൽ എത്ര സംഖ്യയാണോ ഉള്ളത്, ആ സംഖ്യ നമ്മൾ 35 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് അതിനെ ഓരോരുത്തർക്കുള്ള ഷെയർ നിശ്ചയിച്ച് കൊടുക്കുക. മനസ്സിലായില്ലേ? കേസിൽ ഇപ്പം പറഞ്ഞ സെനാരിയോയിൽ വാപ്പിമ്മി ഉണ്ടെങ്കിലോ 6-1 അവർക്ക് പോവും. അങ്ങനെ പോകുമ്പം ഇൻ കേസ് എന്നിട്ട് ബാക്കിയുള്ളത് എത്ര പേർക്ക് കിട്ടും? നമ്മളിപ്പോൾ ഇവിടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. അപ്പോൾ നമ്മൾ മകൻ എന്നുള്ള ഗണത്തിലുള്ള ആളുള്ളതുകൊണ്ട് വാപ്പയ്ക്ക് എത്ര നമ്മൾ കൊടുക്കും? 6-1 കൊടുക്കും. അസബാവോ വാപ്പ? ഇല്ല, കാരണം എന്താ? മകനുണ്ടല്ലോ. അസബാവുള്ള ആളവിടെ ഉണ്ട്, പിന്നെ വാപ്പാവില്ലല്ലോ. അമ്മക്കും 6-1 കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇവിടെ 8 എന്നുള്ളത് മാറും, സംഖ്യ 24 ഓക്കെ അല്ലേ? ഇനി ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 2 മസാല ഉണ്ട്. ഭർത്താവ്, മകൾ, വല്യുപ്പ, മകൻ. ശ്രദ്ധിച്ചങ്ങൾ മസാല നോക്കിയോ? ഇവിടെ നോക്കിയോ? എല്ലാവരും ഇവിടെ നോക്കിയല്ലോ, നോട്ടിൽ നോക്കണ്ട, ഇവിടെ നോക്കി. ഭർത്താവ്, മകൾ,
വല്യുപ്പ മകൻ, ഒരാൾ മരിച്ചപ്പോൾ അയാൾ അവകാശികളായിട്ടുള്ള ഇതാണ്. അപ്പം ഇങ്ങനെ ഒരു മസല നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള അവകാശികൾ ഇല്ല എന്നാണ്. അത് ഉണ്ടെങ്കിൽ ഇവിടെ എഴുതണം, വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്, ഭർത്താവിന് എത്ര കൊടുക്കണം? നമ്മൾ ഭർത്താവിൻ്റെ ഓരി നമുക്കറിയാം 2 ടൈപ്പ് വരിക, ഒന്നുകിൽ കാല് അല്ലെങ്കിൽ പകുതി. ഇവിടെ മക്കളുള്ളതുകൊണ്ട് ഇപ്പം പെൺകുട്ടിയുണ്ട്, അതേപോലെ ഇവിടെ ആരുണ്ട്, മകനും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ഈ ഭർത്താവിന് എത്ര കൊടുത്തേ? 4/1. ഭർത്താവിൻ്റെത് ഒന്നുകിൽ അര അല്ലെങ്കിൽ 4/1 ഭർത്താവിൻ്റെ പേര്. അപ്പോൾ ഭർത്താവിന് ഇവിടെ നമ്മൾ 4/1 കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, 4/1 കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ മക്കളുള്ളത് കൊണ്ട്. അതാണായാലും പെണ്ണായാലും മക്കളുണ്ടെങ്കിൽ. പിന്നെ മകൾ, അപ്പം മകളെ മാത്രം എടുക്കാൻ പറ്റില്ല, മകൾ അതേ പദവിയിൽ ആരുണ്ട്? മകനുണ്ട്. അപ്പോൾ ഈ മകളും ഈ മകനും ഒരേ പദവിയിലുള്ള ആണും പെണ്ണും, അവരെന്താണ്? അസബ. ഇനി അവ എന്താ ഈ അസബ എന്ന് ഇനി കണക്ഷൻ പോരുത്. അതായത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക നിർണീത ഓഹരിക്കാരെയാണ്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഇവിടെ നിർണീത ഓഹരി കിട്ടുന്ന ആൾക്കാരുള്ളത്. പിന്നെ നമ്മൾ നോക്കി വല്യുപ്പ. സ്വാഭാവികമായും മക്കളുള്ള സമയത്ത് വല്യുപ്പക്ക് നേരെ എന്ത് കൊടുക്കണോ? 6/1 കൊടുക്കണം. കാരണം വാപ്പണ്ടോ നോക്കുക, വാപ്പ ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ വാപ്പൻ്റെ സ്ഥാനത്തേക്ക് ആര് വന്ന്? വല്യുപ്പ വന്ന്. അപ്പോൾ വല്യുപ്പക്ക് 6/1 കൊടുത്ത്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ വന്നത്? ഇവിടെ 4/1, 6/1, ബാക്കിയുള്ളവർ രണ്ടാളും അസബ. ഇനി 6ഉം 4ഉം അരിച്ചാൽ പോകണ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 12. അപ്പോൾ നമുക്കിവിടെ ഇതാ 4/1, 6/1, ഇവർ രണ്ടാളും അസബ. ഇനി നോക്കുക, 4ഉം 6ഉം അരിച്ചാൽ പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ 12. 12ൽ എത്ര 4 ഉണ്ട്? 3. അപ്പം 3. ഭർത്താവിന് 3 ഓരി. മൊത്തം 12 ഓരിയിൽ ഭർത്താവിന് എത്ര കിട്ടും? 3 ഓരി ഭർത്താവിന് കിട്ടും. പെൺകുട്ടിക്ക് എത്ര നമ്മൾ പറയാനായിട്ടില്ല. ഇനി വല്യപ്പക്ക് 6/1, 12ൽ എത്ര 6 ഉണ്ട്? 2 6. അപ്പോൾ അവിടെ 2 ഓരി ആർക്കും കിട്ടും? വല്യപ്പക്കും കിട്ടും. ഇനി ബാക്കി എത്ര ഉണ്ട് ഇവിടെ? 7 ഉണ്ട്. ആ 7നെ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ 3 ഓരിയാക്കും. 1 ഓരി മോക്കും 2 ഓരി മോനും. മനസ്സിലായി? എപ്പോഴും ആൺകുട്ടീൻ്റെ ഓരിനെ ഡബിളാക്കുക, പെൺകുട്ടീൻ്റെ ഓരിനെ സിംഗിളാക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണക്ക് ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാക്കി വരുന്ന 7 എന്ന് പറഞ്ഞ സംഖ്യ എന്തായി? ഈ മോക്ക് 1 ഓരി, മോന് 2 ഓരി. അത് നിങ്ങൾക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 5 7 35 അങ്ങോട്ട് ആദ്യം ഗുണിക്കുക, എന്നിട്ട് 5 ഓരി ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഭിന്നസംഖ്യ ഇല്ലാതെ കിട്ടും. ഓക്കെ. അപ്പോൾ ഈ 7 എന്ന് പറയുന്നത് ആരുതായി? ഈ അസബക്ക് കൊടുത്തു. ഇനി അടുത്തത് ഇവിടെ നോക്കുക, ഈ മസല നോക്കുക. ഇത് നോട്ടിൽ നോക്കാതെ ചെയ്യാൻ ധൈര്യമുള്ള ഒരാൾ കൈവന്തിച്ചാണ്. ഞാൻ ഇങ്ങനെ ചെയ് അല്ല, ഇവിടെ പറഞ്ഞ പോരാ. ഓക്കെ. പിന്നെ മരിച്ച ആളെ ഭർത്താവുണ്ട്, മകളുണ്ട്, പിന്നെ ജിദ്ദുണ്ട്, ഇബിനുണ്ട്. ഓക്കെ. അല്ല, ഇത് സെയിം തന്നെയല്ലേ? സെയിമാണ്. ലാസ്റ്റ് അതില്ല, അസബ കാണിക്കാൻ വേണ്ടി. അസബക്ക് എങ്ങനെ പോകുന്ന മൊത്തം ടോട്ടലി ഓരി ക്ലിയർ ആയിട്ട് ഓരി വെക്കുന്ന കാണിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ. ഓക്കെ, വെക്കാനായില്ല. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ചെയ്യണ്ടോ കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കി. ഇനി ഉമ്മയും ബാപ്പയും, അല്ലെങ്കിൽ എന്തിനാപ്പോൾ അതിൻ്റെ ആവശ്യം? ഞങ്ങൾക്ക് ഒരു മസാല തരാം അവിടെ. അല്ല, നമ്മൾ എത്രത്തോളം മസാല ചെയ്യുന്നു അത്രത്തോളം ഇത് പഠിക്കും. പിന്നെ ഇബ്ന്, ബിൻത്ത്, ഓക്കെ. മസാല എന്താ വെച്ചാൽ, അപ്പോൾ സ്ത്രീകൾക്ക് എഴുതാം, നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് ചെയ്യാം.
ബാക്കിയുള്ളവർക്ക് എഴുതാ ചെയ്യാം, മൂപ്പരാണ് ചെയ്യുന്നതെന്നുള്ളൂ. ഒരാൾ മരിച്ചിട്ട് ഇവിടെ ഉള്ളത് സ്ത്രീകൾക്കും എഴുതട്ടോ, മസാല നോട്ട് ചെയ്യാം, നിങ്ങൾക്കൊക്കെ നോട്ട് ചെയ്യാം. മകൻ, മകൾ, ഉമ്മ, ഉപ്പ, സഹോദരൻ. ഒരാൾ മരിച്ച് അയാളുടെ അവകാശികളായിട്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ എഴുതി വെച്ച ആൾക്കാർ ഇവിടെ ഉള്ളത്, ഇവരെ ജീവിച്ചിരിപ്പുള്ളത് മകൻ, മകൾ, ഉമ്മ, ഉപ്പ, സഹോദരൻ. നിങ്ങൾക്കറിയാലോ, പറഞ്ഞേ. ഓക്കെ, മരിച്ച ആളെ ഇബിനും ബിൻത്തും അസബ. ഓക്കെ, പിന്നെ ഉമ്മിന് മക്കളുള്ള ഇവന് മാത്രമുള്ളെങ്കിൽ ഇവന് ഒറ്റക്ക് അസബാവും. ഈ മോള് അതേ ദർജയിലായതുകൊണ്ട് അതിന്റെ കൂടെ അസബാവും. ഓക്കെ, ഇനി ഉമ്മക്ക് മക്കളുള്ളതുകൊണ്ട് പിന്നെ 1/6, ഉപ്പക്ക് 1/6. ഓക്കെ, ഇനി സഹോദരൻ, മരിച്ച ആളെ സഹോദരൻ, ബാപ്പയും മക്കളുണ്ട്, ഇബിനുണ്ട്, ഇബിനുള്ളതുകൊണ്ട് ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതാണ് 6, ഇവിടെ അസബാണ്. അപ്പോൾ 6 ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 6 1 ഉമ്മക്ക് പോയി, 1 ഉപ്പക്ക് പോയി. എങ്ങനെ? ഇവിടെ. ഓക്കെ, പിന്നെ ബാലൻസ് വരുന്നതിൽ പിന്നെ നമുക്ക് 4 ഉണ്ടാവും. 4 ഒരു മോനും ഒരു മോളും ആയതുകൊണ്ട് പിന്നെ ഇവൻ്റെ അതെ. അപ്പോൾ 4 പിന്നെ 4 ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ 12 ആക്കി. എത്ര ഉണ്ടാക്കുക? 2 1 3 വരി വേണം. അപ്പോൾ 3 × 4 12. ആ 12ന് നമ്മൾ പിന്നെ ഇതിൽ 12 വരുമ്പോൾ ഇവിടെ 8ഉം ഇവിടെ 4ഉം. പിന്നെ നമ്മൾ 12 ഓരി ആക്കിയിട്ട് ഇതിലല്ല ബാക്കിയുള്ള 4നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? ആ 4 അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. ഇവിടെ 4 എഴുതാം, ഇവിടെ 2 കൂടി 4 എഴുതാം. ഈ 4 അങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് 12 ആക്കി 12ൽ 8ഉം 4 കൊടുക്കുക. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? മാഷാ അല്ലാ, ബാറക്കല്ലാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക. ഇനി എന്തെല്ലാവരും അവസ്ഥ? എങ്ങനെ? ഉമ്മാൻ്റെ ഏത് പറഞ്ഞ ഗണത്തിൽ ഉമ്മാൻ്റെ ഉപ്പ ഏത് വഴിയാണ് വരുന്നത്? ഉമ്മാൻ്റെ ഉപ്പ വരിക, കാരണം സ്ത്രീ വഴിയാണ് ഇതിലേക്ക് വരുന്നത്. സ്ത്രീ വഴി എന്ത് ചെയ്യൂല? സ്ത്രീ വരും, സ്ത്രീൻ്റെത് സ്ഥാപിക്കപ്പെടും, പുരുഷൻ്റെ വരില്ല. ഉണ്ട്. എങ്ങനെ? ഇല്ല, അത് ഉമ്മ എന്നുള്ള ഗണത്തിൽ തന്നെയാണ് അവരെ പരിഗണിക്കപ്പെടുന്നത്. ഉമ്മ ഇല്ല, ഉമ്മാൻ്റെ ഉപ്പക്കില്ല. അത് ഉമ്മയുടെ സ്ഥാനമാണ്. അത് ഉമ്മ ഉണ്ടെങ്കിൽ കിട്ടൂല. കാരണം ഉമ്മ എന്ന ഗണമാണ് അവർക്ക് ഉള്ളത്. മാത്രമല്ല ഈ ജദ്ദ, അതായത് ആണിൻ്റെ ഉമ്മ ആണെങ്കിൽ ഒക്കെ ഉമ്മ എന്നുള്ള, മാത്രമല്ല അത് ജദ്ദ എന്നുള്ളത് കൃത്യമായി അങ്ങനെ 6 പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ? ഇപ്പം ഇപ്പോൾ വാപ്പൻ്റെ ഉമ്മ, വാപ്പുണ്ടെങ്കിൽ വാപ്പൻ്റെ ഉമ്മ കിട്ടുമോ? ഇല്ല. കാരണം അവരേതൊരു വ്യക്തിയിലൂടെയാണോ മയ്യത്തിലേക്ക് ബന്ധപ്പെടുന്നത്, ആ നടുവിലുള്ള വ്യക്തി അവിടെ ഉണ്ട്. അപ്പം എന്ത് ചെയ്യൂല? അപ്പുറത്തെ വ്യക്തിക്ക് പോവില്ല. ഇനി മീറാസുൽ അഖവാത്തി ഷഖീഖാത്ത്, അതായത് വാപ്പയും ഉമ്മയും ഒത്ത സഹോദരിമാർ. ആരെ സഹോദരിമാർ? ആരെ വാപ്പിമ്മയൊത്തെ? മരിച്ച ആളുടെ ഒരേ വാപ്പയിലും ഉമ്മയിലുള്ള സഹോദരിമാരെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ഒരൊറ്റ സഹോദരിയുള്ളൂ. ഓക്കെ, അവരെ കൂടെ വേറൊരു സഹോദരി ഇല്ല, വേറെ കൂടെ ഒരു സഹോദരനും ഇല്ല. അതുപോലെ തന്നെ അസ്ല് ദക്കറില്ല, അതായത് വാപ്പ ഗണത്തിൽ വരുന്ന ആരുമില്ല. ഇവിടെ ഫർള് വാരിസല്ല, ഫറഅ് വാരിസാണ്. ഫറഅ് ഐനാണ്, വാദല്ല. ആ നോട്ടിൽ തെറ്റുണ്ട്. ഫർളുൽ വാരിസ്, ഫറഅൽ വാരിസ് എന്നാണ്. ഐനാണ് ഫറഅ് വാരിസ്. അതായത് മകൻ അങ്ങനെ താഴോട്ടില്ല,
ഫറഅ വാരിസ് ദക്കർ. ഫറഅ വാരിസ് ദക്കർ. ദക്കർ പറഞ്ഞാൽ എന്താ? അപ്പോൾ അത് നിങ്ങൾ നോട്ടിൽ തിരുത്തണം. എന്താ അവിടെ വരേണ്ടത് വെച്ചാൽ ഫർദ് വാരിസ് അല്ല. ഞാൻ ഇൻഷാ അല്ലാ ഈ കറക്ഷൻസ് ഞാൻ വരുത്തിയിട്ട് ഞാൻ നോട്ട് നിങ്ങൾക്ക് PDF അയച്ചു തരും ഇൻഷാ അല്ലാ. ഓക്കെ. ഫറഅ വാരിസ് ദക്കർ, അതായത് പുരുഷ ഗണത്തിൽ മകൻ എന്നുള്ള ഗണത്തിലുള്ള ആൺതരി ഉണ്ടാകരുത് എന്നർത്ഥം. അത് ഉണ്ടെങ്കിൽ സഹോദര ഗണത്തിക്ക് സ്വത്ത് പോകില്ലല്ലോ. ഇത് പറഞ്ഞെങ്കിൽ മനസ്സിലായി. അതായത് വാപ്പ എന്ന ഗണത്തിലുള്ള ആൺതരിയോ മകൻ എന്ന ഗണത്തിലുള്ള ആൺതരിയോ ഉണ്ടെങ്കിൽ പിന്നെ സഹോദര ഗണത്തിക്ക് എന്ത് പോകില്ല? സ്വത്ത് പോകില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഒറ്റക്കാണ് വാപ്പ എന്ന ഗണത്തിൽ മുകളിലോട്ടോ മകൻ എന്ന ഗണത്തിൽ താഴോട്ടോ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അവർക്ക് പകുതി കിട്ടും. ഒരു മകൾ ഒറ്റക്ക് വരുമ്പോൾ എങ്ങനെ എന്നതുപോലെ ഒരു സഹോദരി ഒറ്റക്ക് വന്ന് അവരെ തടയുന്ന ആരുമില്ല. അപ്പോൾ എത്ര കിട്ടും അവർക്ക്? പകുതി സ്വത്ത് കിട്ടും. ഇനി ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരിമാരുണ്ടെങ്കിൽ, അതായത് ഒന്ന് കൂടുതൽ സഹോദരിമാരുണ്ട്, ഒന്ന് കൂടുതൽ ആൾക്കാരുണ്ട്, എന്നാൽ ഇവിടെ ഫർദ് വാരിസ് അല്ല ഫറഅ വാരിസ് കേട്ടോ. അതായത് അഖ് ഷഖീഖ്, അതായത് അവരുടെ അതേ ഗണത്തിൽപ്പെട്ട സഹോദരനില്ല. അതേപോലെ തന്നെ അസ്ല് ദക്കർ, അതായത് വാപ്പ എന്നുള്ള ഗണത്തിലുള്ള ആളില്ല. അതേപോലെ ഫറഅൽ വാരിസ്, ഫറഅ വാരിസ് എന്ന് പറഞ്ഞാൽ മക്കൾ ബ്രാഞ്ച്, അതുമില്ല. എങ്കിൽ അവർക്ക് 2/3 കിട്ടും. ഇനി ഈ സഹോദരിമാർ പെൺമക്കൾ മാത്രമുള്ള അവസ്ഥയിൽ അസബിയാവും. ഞാൻ ഇത് 3 ഞാൻ എക്സാമ്പിൾ തരാം. ഇവിടെ നോക്കാം ബോർഡിൽ. ബോർഡിൽ നോക്കുക. ദൗറൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ അറിയോ? അതായത് ഇത് പഠിക്കാനുണ്ട് എന്ന് നമുക്കൊരു ബോധ്യപ്പെടണ്ടേ? അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് കൂടെ അൽഹംദുലില്ലാ നമുക്ക് ആദ്യം അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ കുറേ മനസ്സിലാക്കി. അത് നമുക്കൊക്കെ ബാധകാവുന്ന. അപ്പോൾ ഈ സംഗതി ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സംഗതിയും കൂടിയാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇത് ആര് പഠിച്ചു തുടങ്ങിയാലും എല്ലാവരും മുഴുവനാക്കില്ല. മുഴുവനാക്കണതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ ഇൻഷാ അല്ലാ. അപ്പോൾ ഇത് നമുക്ക് എന്താ വെച്ചാൽ ഇത് ഒരു ദൗറയിൽ തീർക്കാൻ പറ്റിയ സംഗതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് കുറേ വർഷം നമ്മൾ ഓരോ മസാല ചെയ്ത് ഓരോരോ മസാല ചെയ്ത് അടുത്തേക്ക് പോയി അങ്ങനെ ചെയ്യും. ഇപ്പോൾ ഇതിൽ ഞാൻ ഈ സഹോദരിൻ്റെ 3 അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കി, സഹോദരിൻ്റെ 3 അവസ്ഥ. ഒന്ന്, ഒരാൾ മരിച്ച്, അയാൾക്ക് ഉഖ്ത് ഷീനിട്ടാൽ മതി. ഷഖീഖ എന്ന് പറഞ്ഞാൽ വാപ്പിമ്മി ഒത്തത്. ഇത് മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ കുറേ എഴുതാണ്ടാവും. ഇവിടെ ബോർഡ് തികയില്ല. അതായത് വാപ്പി ഉമ്മി ഒത്ത സഹോദരി എന്നൊക്കെ എഴുതുമ്പോഴത്തേന് പിന്നെ മസാല ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതാണ് ഉഖ്ത് ഷഖീഖ. ഉഖ്ത് ഷീനിട്ട ഉഖ്ത് ഷഖീഖാണ് വാപ്പി ഉമ്മി ഒത്ത സഹോദരി. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് സൗജ ഓക്കെ. ഇവിടെ ഉള്ളത് ഒന്ന് ബാപ്പിമ്മിയൊത്ത സഹോദരി, ഭാര്യ, ഉമ്മ, ഇവരാണ് അനന്തരാവകാശികളുള്ളത്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നമുക്കൊരു പിതൃവ്യനെയും കൊടുക്കാം. ബാക്കിയുള്ള സ്വത്ത് കൊണ്ടാനിഞ്ഞ ഒരാളില്ലാതെ അതിനോട് ഇടങ്ങാറാണ്ട, ഒരു പിതൃവ്യ അവിടെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഭാര്യയ്ക്ക് ഇവിടെ മക്കളുണ്ടോ? ഇല്ല. അപ്പോൾ ഭാര്യയ്ക്ക് എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാവും? 1/4 അല്ലേ? മക്കളില്ല. ഓക്കെ, പക്ഷെ സഹോദരങ്ങളുണ്ടോ? ഉണ്ട്. അതായത് സഹോദര ഗണത്തിൽപ്പെട്ടവർ ഉണ്ട്. അപ്പം ഉമ്മക്ക് എത്ര? 6. ഓക്കെ, അമ്മ എന്താണ്? അസബ. ഉഖ്ത് ഷഖീഖക്ക് എത്ര കിട്ടും? പകുതി സ്വത്ത് കിട്ടും. പകുതി സ്വത്ത് കിട്ടും. അപ്പോൾ കാരണം ഈ സഹോദരി മാത്രമേ ഉള്ളൂ. ഈ സഹോദരിൻ്റെ കൂടെ അവരുടെ അതേ പദവിയിലുള്ള ആണുണ്ടോ? ഉണ്ടോ? ഇല്ല. എങ്ങനെ?
അല്ല അവരെ അസബായി മാറും, ഇവർക്കറ്റ പോവില്ല. ഈ ഗണത്തിലാണുണ്ടെങ്കിൽ ഈ അമ്മ എന്ന് പറഞ്ഞ പിതൃവി എന്ന് പറഞ്ഞ ഗണത്തിക്ക് എന്ത് ചെയ്യില്ല, പോവില്ല. അപ്പോൾ ഇവിടെ ഉഖ്ത് ഷഖീഖ, ഈ ഉഖ്ത് ഷഖീഖക്ക് പകുതി സ്വത്ത് കിട്ടി. അപ്പം മക്കൾ ഗണത്തിൽ ആരുമില്ല, പിതാവ് ഗണത്തിൽ ആരുമില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, 2ഉം 4ഉം 6ഉം ഹരിച്ചാൽ പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ 12. ഓക്കെ, പകുതി എന്ന് പറയുമ്പോൾ എത്ര, 6 അല്ലേ, 4, 3, 12, അപ്പം 3. ഓക്കെ, പിന്നെ 6 എന്ന് പറയുമ്പോൾ 2, 2, 3, 5, 6, 11, ബാക്കിയൊന്ന് യാക്കോ. ആ, വാപ്പൻ്റെ ബ്രദർ, അമ്മ എന്ന് പറഞ്ഞാൽ വാപ്പൻ്റെ ബ്രദർ. ഇനി നമ്മൾ നോക്കുക, രണ്ടാമത്തെ കേസ്. ഇവിടെ ഈ ഉഖ്ത് ഷഖീഖ എന്നുള്ളത് എന്തായി, ഉഖ്ത് ഷഖീഖ എന്നുള്ളത് രണ്ടോ മൂന്നോ എത്ര ഇങ്ങക്ക് കൊടുക്കുക, അഖവാത്ത് ഷഖീഖാത്ത്, ഷീനിട്ടാൽ ഷഖീഖാത്ത്, അതായത് വാപ്പിമ്മി ഒത്ത 3 സഹോദരിമാരായി, വാപ്പിമ്മി ഒത്ത 3 സഹോദരി. അപ്പോൾ ഇവർക്ക് പകുതി എന്നുള്ള മാറിയിട്ട് എത്ര ആവും, 3ൽ 2 ആവും. ഓക്കെ, ഇവരെ തടയുന്ന ആരുമില്ലല്ലോ. ഇനി ഇതേ സ്ഥാനത്ത് നമ്മൾ അങ്ങോട്ട് ഇവിടെയും 3ഉം 4ഉം 6ഉം ഹരിച്ചാൽ പോകുന്ന സംഖ്യ 12. 12ൽ എത്ര 3 ഉണ്ട്, 4, 3, അതാണ് 3 എത്ര ഉണ്ട്, 4, 4 ഗുണിക്കണം 2, 8. ഓക്കെ, 4 എത്ര ഉണ്ട്, 3. ഓക്കെ, 6. ഇപ്പോൾ ഇവിടെ എന്തായി, ഒരു ഓരി അധികമായി, കൂടിയോ? ഇങ്ങനെ കൂടുന്ന സാഹചര്യം വന്നാൽ, ഇതിപ്പോൾ ഈ നമ്മളിവിടെ ഒന്നും ചെയ്യില്ല, കൂടുന്ന സാഹചര്യം വന്നാൽ ഈ ഓരിനെ എത്ര ആക്കും, 8, 3, 11, 11, 2, 12. അതായത് മൊത്തം സ്വത്തിന് 13 ഓരിയിൽ ഓരി വെക്കും. എത്രയാണോ ആ ഇതിൽ വരുന്ന കുറവ് അത് എല്ലാവർക്കും ഒരേപോലെയാണ് ഉണ്ടാവുക. മനസ്സിലായി? അതിനാണ് ഔല് എന്ന് പറയുക മസലയിൽ. അതായത് അത് മാത്സിലെ നോർമൽ സംഗതിയാണ്. ആൾക്കാർക്ക് ഓരോരുത്തരെ വീതം കൊടുത്ത്, അപ്പോൾ ഇവിടെയുള്ള സ്വത്തിനേക്കാൾ ഓരിയുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക, മൊത്തം സ്വത്തിന് അത്ര ഓരിയാക്കും ആണ് കൊടുക്കും. അതായത് 12 ഓരിയുള്ള സ്വത്തിന് 13 ഓരിയാക്കും. അപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടത് ഡിവൈഡ് ആവും. ക്ലിയർ? മനസ്സിലായില്ല? അതായത് ഇവിടെ ഓക്കെ, ഇവിടെ 3ൽ 2, ഇവിടെ 3ൽ 2 കൊടുത്തില്ലേ, 12 ഓരിയാണ് ആദ്യം മസല ഉള്ളത്. 12 ഓരിയാക്കി, നമ്മൾ സ്വത്തിന് ആദ്യം 12 ഓരിയാക്കിയിട്ട് ഓരിയാക്കാൻ നോക്കി. അപ്പോൾ ആ 12 ഓരിയിൽ 3ൽ 2 ഒരാൾക്ക് കൊടുത്ത്, അതായത് ഒരു കേക്ക് എടുക്കുക, ഒരു കേക്കിന് അതിന് 3, 2 ഒരാൾക്ക് നമ്മൾ കൊടുത്തെന്ന് വിചാരിക്കുക. പിന്നെ ബാക്കി 4ലൊന്ന് ഒരാൾക്കും കൊടുത്ത്, പിന്നെ 6ലൊന്ന് ഒരാൾക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല, കുറച്ച് പോരായി ഉണ്ടാവും. ആ പോരായി ഒരാൾക്കുണ്ടെങ്കിൽ എല്ലാവർക്കും ആ പോരായി ഉണ്ടാവും. അപ്പോൾ അത് നോർമൽ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇവിടെ നോക്കൂ, ഇതെത്ര ഓരി വേണം ഇവർക്ക് കൊടുക്കാൻ, 8, 3, 11, 11, 2, 13. അപ്പോൾ നമ്മളെന്താക്കും, 12 ഓരി ആക്കണതിന് പകരം 13 ഓരി ആക്കിയാൽ പോരെ. അമ്മനൊന്നും കിട്ടൂല, അസബല്ലേ. ഇവിടെ അമ്മ ഉണ്ട്, അമ്മനെ തടയുന്ന ഒരു കാരണമില്ല. പക്ഷേ ബാക്കി സ്വത്ത് കിട്ടുന്ന വ്യക്തിയായതുകൊണ്ട് നിർണിതമായ ഓഹരി കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ സ്വത്ത് കഴിഞ്ഞ് ബാക്കി മൂപ്പർക്കൊന്നും കിട്ടൂല. മനസ്സിലായി? ഇവിടെ ഒന്നും കൊടുക്കാണ്ടാവില്ല, ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അസബായി വെച്ചിട്ട് കിട്ടണമെന്നില്ല. നിർണിത ഓഹരിക്കാർ മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ അസബക്കൊന്നും ഉണ്ടാവില്ല. അല്ല, അസബക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിലിപ്പം മകൻ എന്നൊക്കെ ഗണത്ത് വരുന്ന ആളാവുമ്പോൾ അയാൾക്ക് കിട്ടാത്തൊരു സാഹചര്യം വരില്ല, എന്ത് കണക്ക് ചെയ്താലും. ഇവരെന്താ വെച്ചാൽ കുറേ വിട്ടുള്ള അസബയാണിത്. അപ്പോൾ ഇവിടൊക്കെ അതിൻ്റെ ഇടയിലുള്ളൊക്കെ കൊടുത്ത് 3 കാറ്റഗറി കൊടുത്ത് വരില്ലേ. അപ്പോൾ ആ അവിടേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അസബക്ക് ബാക്കി ഉണ്ടായിക്കൊള്ളണം എന്നില്ല.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, തിരിച്ചാലോചിച്ച് നോക്ക്. ഈ പിതൃവ്യൻ മാത്രമേ ഉള്ളൂ, ഇവരാരുമില്ല. ഒരാൾ മരിച്ചപ്പോൾ അയാൾക്ക് ആകെയുള്ള അവകാശം പിതൃവ്യനാണ്, മൊത്തം സ്വത്ത് മൂപ്പർക്ക. ഇനി വെറും അസഭായ പോരാ, നിങ്ങൾ വിചാരിക്കണത് ഇതിന് ഭാഗമായിട്ട് വേറെ നിയമങ്ങളുണ്ട്. ആക്കില എന്ന് പറഞ്ഞ നിയമമുണ്ട്, ഒക്കെ ഇൻ്റർ കണക്റ്റഡാണ്. എന്താ ആക്കില എന്ന് പറഞ്ഞ നിയമം? അതായത് ഒരാളുടെ കയ്യിൽ നിന്ന് കയ്യബദ്ധം കൊണ്ട് മനഃപൂർവ്വം അല്ലാതെ മറ്റൊരാൾ മരണപ്പെട്ടു. നിങ്ങൾ വണ്ടി ഓടിച്ചു പോയി, ഓക്കെ, കൊല്ലാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ ബൈ മിസ്റ്റേക്ക് നിങ്ങൾ അറിയാതെ ഫോണെടുത്തൊന്ന് നോക്കിപ്പോയി, ഒരാളെ തട്ടി, വണ്ടി കയ്യിൽ നിന്ന് കൺട്രോൾ പോയി, ഒരാളെ തട്ടി മരണപ്പെട്ടു. കൊല്ലുക എന്നുള്ള നിങ്ങളുടെ ഉദ്ദേശമായിരുന്നില്ല, പക്ഷെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, നിങ്ങൾക്ക് കേസ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ കേസിൽ ഇത്ര ദീയ കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം. കാരണം മരണപ്പെട്ട ആൾക്ക് നഷ്ടപരിഹാരം കിട്ടണം. ആ ദീയ കൊടുക്കാനുള്ള ബാധ്യത ഈ വ്യക്തിക്കാണോ? അല്ല, ആ വ്യക്തിയുടെ അസബ ആവുന്ന ആളുകൾക്കും മൊത്തം ഇതിലുള്ള അനന്തരാവകാശികളാവുന്ന ആൾക്കൊക്കെ അതിന് ആക്കിലാണ്. ഈ കുടുംബം എല്ലാവരും ഒരുമിച്ചിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. കാരണം ഇങ്ങനെ ഒരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഇവരിൽ ആർക്കും സംഭവിക്കാം. മനസ്സിലായേ? അപ്പോൾ വെറുതെ അങ്ങനെ ഞാൻ അസഭയാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നാൽ പോരാ, അവിടെ ഒബ്ലിഗേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഈ ശറഈയ നിയമങ്ങൾ ഒരുപാട് കണക്റ്റഡാണ്. അത് നമുക്ക് ഈ പറഞ്ഞ ഇതിനെക്കുറിച്ച് വിമർശിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഭാഗം മാത്രമേ കാണുള്ളൂ. മാത്രമല്ല ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഇതിൽ പുരുഷന്മാർക്ക് ഈ ബാധ്യത വരിക, സ്ത്രീകൾക്കല്ല. അപ്പോൾ പുരുഷന്മാർക്ക് ഇവിടെ ഇരട്ടി വരുന്നുണ്ടല്ലോ. അതേപോലെ ഈ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ സംഭവിച്ചാൽ അതിന് സ്ത്രീക്ക് സംഭവിച്ചാണെങ്കിൽ പോലും അവിടെയൊക്കെ ആർക്കാ ബാധ്യത വരിക? ഫുള്ളി പുരുഷന്മാർക്കാണ് ബാധ്യത വരിക. അപ്പോൾ ഇങ്ങനത്തെ കുറേ ബാക്കിയുള്ള ബാധ്യതകൾ പുറമെ ചിലവിന് കൊടുക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഖം ഒരു സ്ത്രീ, ഇസ്ലാമിലുള്ള ശരിക്കും അവരെ കൺസിഡർ ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീക്ക് എന്താ, സ്ത്രീ വീട്ടിലിരുന്ന ഭർത്താവിന് ചിലവിന് കൊടുക്കണം, ഭർത്താവിൻ്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ ആ സ്ത്രീക്ക് കോടതി കയറാം, കോടതി വിധിക്കുന്ന ചിലവ് ഭർത്താവ് മാസം മാസം കൊടുത്തോളണം. അപ്പോൾ എന്നുവരെ വരും. അപ്പോൾ പിന്നെ അവർക്ക് ചിലവിന് കൊടുക്കണം, അവർക്ക് സ്വയം അധ്വാനിക്കാൻ അവർക്ക് എന്തല്ല, അവർ നിർബന്ധിതരല്ല. അപ്പോൾ അവർക്ക് വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം കൊടുക്കാൻ ആര്? പുരുഷൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ പുരുഷൻ രാവിലെ വീട്ടിൽ നിന്ന് പോയി അധ്വാനിച്ച് കൊണ്ടുവന്നാലേ അവർക്ക് നൽകൽ എന്താണ്. ഇനി ആ സ്ത്രീയുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ പോലും പുരുഷൻ ഈ ബാധ്യത ഒഴിവാകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒരവസ്ഥ. ഇനി ഇതിപ്പോൾ 3-2 കിട്ടുന്ന അവസ്ഥ. ഇനി നമ്മൾ ഇതേ ഇതിൽ ഇവിടെ ഒരു പെൺകുട്ടീനെ വെച്ചു കൊടുക്കുകയെന്ന് വിചാരിക്കുക. ബിൻത്ത് പറഞ്ഞാൽ പെൺകുട്ടി. ഇവിടെ ഒഹ്ത്ത് ഷഖീഖ. ഇവിടെ നമുക്ക് ആ പിതൃവിനെയും വെക്കാം, എന്നാൽ നിങ്ങൾക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവും. മസല വേണമെങ്കിൽ എഴുതിക്കോളിട്ടോ. മസല ഇങ്ങനെ ഇതിപ്പോൾ ഒരാൾ മരിച്ചപ്പോൾ ഉള്ള അവസ്ഥയാണ്. ഈ ഉഖ്ത് ഷഖീഖ എന്ന് പറഞ്ഞ വാപ്പിമ്മിയൊത്തെ ഒന്ന് വാപ്പിമ്മിയൊത്തെ സഹോദരി, ഭാര്യ, ഭർത്താവും കൂടി ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ വരില്ല കേട്ടോ. ഒരു മസാല ഉണ്ടാവില്ല അങ്ങനെ ഭാര്യയും ഭർത്താവും വരുന്നത്. ഉമ്മ, മകൾ, അമ്മ അഥവാ പിതൃവ്യൻ, ഇവരാ ഉള്ളത് മരിച്ചപ്പം. അപ്പം ഈ ഉഖ്ത് ഷഖീഖ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സഹോദരി ഒന്ന് ഇവിടെ വാപ്പയമ്മ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ സഹോദരനൊക്കെ വിട്ട്, അല്ല വാപ്പയെ അതോ മകനോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സഹോദരഗണം അപ്പം തന്നെ എന്ത് ചെയ്യും? വെട്ടും. കാരണം നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തേത് മകൻ അല്ലെങ്കിൽ പിതാവ് എന്നുള്ള ഗണത്തിലുള്ള ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അസഭ ഒന്നില്ല അവിടെ തന്നെ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഗണത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ അപ്പം എന്ത് ചെയ്യും? വെട്ടു. കാരണം പിന്നെ ബാക്കിയുള്ള മൊത്ത സ്വത്ത് മൂപ്പർക്കുള്ളതല്ലേ, പിന്നെ അവർക്ക് പോകില്ലല്ലോ. ഓക്കെ, ഇവിടെ വാപ്പി ഉമ്മിയൊത്ത സഹോദരി, ഭാര്യ, ഉമ്മ, മകൾ, അമ്മ, പിതൃവ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അലുൽ അഖവാതി മഅൽ ബനാതി അസബ. അതായത്
മവാരീസിലുള്ള നിയമമാണ് ഇജാലുൽ അഖവാത്ത് മഅൽ ബനാത്തി അസബ. ഈ സഹോദരിമാരെ പെൺമക്കളുടെ സാന്നിധ്യത്തിൽ അസബയായി പരിഗണിക്കുക. സഹോദരന്മാരെ പോലെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, സഹോദരിമാർ ചില സന്ദർഭത്തിൽ സഹോദരന്മാർ അതേ അവസ്ഥയിലെത്തും. അതായത് സഹോദരിമാരുടെ കൂടെ പെൺമക്കളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ, അതായത് മരിച്ച വ്യക്തിക്ക് പെൺമക്കളുണ്ടെങ്കിൽ ഇവർ അസബായി മാറും. ഇനി നമുക്ക് കൊടുത്തു വെക്കാം, ഭാര്യയ്ക്ക് എത്രയുള്ളത്? മകളുണ്ട്, അതായത് മക്കളുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് 8/1. ഓക്കെ. ഉമ്മക്ക് മക്കളുണ്ടെങ്കിൽ ഉമ്മക്ക് 6/1. ഓക്കെ. ഇവിടെ ഈ പിതൃവ്യ ഗണം നമ്മൾ പരിഗണിക്കുന്നതിന് മുന്നേ തന്നെ ഒരു അസബ വന്ന്, സഹോദര ഗണത്തിൽ തന്നെ അസബ വന്ന്, അപ്പോൾ പിതൃവ്യ ഗണം എന്തായി? ക്യാൻസലായി, വെട്ടി. ഇനി നമ്മൾ നോക്കുക, ഈ ബിൻത്തിന് എത്ര? ഒറ്റ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിക്ക് പകുതി സ്വത്ത്. ഓക്കെ. 2ഉം 6ഉം 8ഉം അരിച്ചാൽ പോകുന്ന സംഖ്യ 24. 8 3 8 24. 6 4 6 24. 2 12 × 2 24. അപ്പോൾ 12ഉം 4ഉം 16ഉം 3ഉം 19 നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ഇദ്ദേഹത്തിനൊന്നുമില്ല. ഇവിടെ ബാക്കി എത്ര ഉണ്ടാവും? 16ഉം 3ഉം 19, ബാക്കി 5 ആർക്ക് കിട്ടി? ആപ്പിമീയത്തെ സഹോദരിക്ക് കിട്ടി. ക്ലിയർ ആയോ? ആര്? ഇവർ നിങ്ങൾ കുറേ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ, അപ്പോഴും പോലെ അസബന്നെ. ഇവർ കുറേ സഹോദരിമാരുണ്ട്. വെറും സഹോദരനും സഹോദരിയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ പെൺകുട്ടീൻ്റെ കൂടെ അസബാക്കേണ്ട ആവശ്യമില്ല, ഓരോ എപ്പോഴും അസബന്നെ. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ആണില്ല, കണ്ടോ? ഓരോ പദവിയിലുള്ള ആണില്ലാതിരുന്നിട്ട് കൂടി ഓരെന്തായി മാറി? അസബായി. കാരണം ഈ പെൺകുട്ടികളുടെ സാന്നിധ്യത്തിൽ സഹോദരിമാർ അസബയായിരിക്കും. ഓക്കെ. എന്നാൽ അതിൻ്റെ മുന്നേ ഇവിടെ വേറെ ആൺകുട്ടിന്നോ പിന്നെ വാപ്പാന്നോ ഉള്ള ഗണം വരികയാണെങ്കിൽ പിന്നെ സഹോദര ഗണം അപ്പം തന്നെ കട്ടായി പോവും. സഹോദരി സഹോദരൻ എല്ലാം കട്ടായി പോവും. അതെ അതെ. ഇതിൽ സഹോദരൻ ഉണ്ടെങ്കിൽ എന്താവും? സഹോദരന് ഈ സഹോദരൻ്റെ ഇരട്ടി. ഒരേ പദവിയിലുള്ള ആണും പെണ്ണുണ്ടെങ്കിൽ എന്താണ്? ആണിന് പെണ്ണിൻ്റെ ഇരട്ടി. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഉഖ്ത് ഷഖീഖ എന്ന് പറഞ്ഞിടത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പം ഒരു ഉഖ്ത് ഷഖീഖ ഒരു അഖ് ഷഖീഖും കൊടുത്ത്, അപ്പോൾ ഈ 5 എന്ത് ചെയ്യും? 3 ഓരിയാക്കണം. അതായത് ഈ 5 നമ്മൾ 3 കൊണ്ട് ഹരിച്ചിട്ട് 2 ആൾക്ക് ഓരിച്ച് കൊടുക്കണം. ഒരാൾക്ക് മാത്രമായിട്ട് കിട്ടൂല. അപ്പോൾ ഇവരെന്താവും? ഇവർ രണ്ടാളും തന്നെ അസബ. ഈ പെൺകുട്ടീൻ്റെ സാന്നിധ്യമാണെന്നില്ല അവർക്ക് അസബാവാൻ. ക്ലിയർ? ഇനി ഇവരെ അസബാവും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഈ പിതൃവ്യ ഗണത്തേക്ക് സ്വത്ത് പോകില്ല. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ സഹോദരി ഇവിടെ ഉണ്ടായിരുന്നു, ഈ സഹോദരി ഇവിടെ ഉണ്ടായിരുന്നു, ഈ മകൾ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ ആർക്ക് സ്വത്ത് പോയിരുന്നു? സ്വത്ത് പോയിരുന്നു. പക്ഷെ ഈ മകളുടെ സാന്നിധ്യത്തിൽ ഈ പിതൃവ്യന് എന്തു പോകുന്നില്ല? സ്വത്ത് പോകുന്നില്ല. അതാണ് ഇജാലുൽ അഖവാത്തി മഅൽ ബനാത്തി അസബ. അഖവാത്തിനെ ബനാത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്താക്കണം? അസബയാക്കണം. അത് നമ്മൾ ഇതെന്താ അറിയോ? ഇത് നമ്മൾ ചെയ്ത് എന്താവും? ഇൻഷാ അല്ലാഹ് പഠിക്കും. ഇത് നമ്മൾ തുടക്കല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിലിങ്ങനെയൊക്കെ പഠിക്കാണ്ടെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ വിജയിച്ച്, അൽഹംദുലില്ലാ. ഓക്കെ. പിന്നെ നമ്മൾ കുറേ ബേസിക്സ് അടിസ്ഥാനങ്ങൾ പഠിച്ച്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഈ കണക്കുകൾ നമുക്ക് എന്തായാലും നിർബന്ധമായിട്ടും ആരെങ്കിലുമൊക്കെ പഠിക്കണ്ടേ? ആരും പഠിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? നാട്ടിൽ ഇത് ശറഈ അനുസരിച്ചിട്ട് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരില്ലാതാവും, ഓരി വെച്ച് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഇല്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ശരീഅത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മവാരീസ് പഠിക്കൽ നിർബന്ധമാണ്. കാരണം അവരും കൂടി ഇത് പഠിച്ചില്ലെങ്കിൽ പിന്നെ ആരത് പഠിക്കുക? നമ്മളുടെ നാട്ടിലും നിർബന്ധമാണ്. അറബി കോളേജുകളിലും മവാരീസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ എന്താ വെച്ചാൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നാട്ടിൽ നിന്നുള്ള അതിൻ്റെ ഒരു സ്റ്റേജ് നേരത്തൊക്കെ കുറേ പഠിക്കണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് കുറച്ച് അതിൻ്റെ ബേസിക്സിലൊക്കെ എത്തിയിട്ടുണ്ടാവും. ഏതായാലും പക്ഷേ ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു എന്താണ് നിയമമാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കാം. ഇനി ഇവിടെ നോക്ക്, സോറി, ഇത് നോക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞ ഇത് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ബോർഡിൽ നോക്ക്.
ഈ ഉഖ്ത് ഷീൻ എന്നിട്ട് എന്താ? ഉഖ്ത് ഷഖീഖ, അതായത് വാപ്പി ഉമ്മിയത്തെ സഹോദരി, നമ്മളുടെ അതേ ഉമ്മയിലും വാപ്പയിലും ഉള്ള നമ്മളുടെ സഹോദരി എന്നർത്ഥം. അപ്പം മരണപ്പെട്ട മയ്യത്തിൻ്റെ ഉഖ്ത് ഷഖീഖ്, ഉമ്മ. അഹ് ലി അബ് എന്നാട്ടോ, അവിടെ ലാമുണ്ട്. അഹ് ലി അബ്, വാപ്പൻ്റെ സഹോദരനല്ല. നല്ല ടീമാ. വാപ്പയൊത്ത സഹോദരൻ. അഹ് ലി അബ്, വാപ്പയൊത്ത സഹോദരൻ. അമ്മ ഏതാ? പിതൃവ്യൻ. പിതൃവ്യൻ. ഓക്കെ, നമ്മൾ നോക്കുക. ഇതിൽ ഈ ഉഖ്ത് ഷഖീഖ അഹ് ലി അബ്, ലി അബ് എന്നാട്ടോ, അവിടെ ലാമിട്ട് കൊടുക്കുക. ലി അബ് അമ്മ. ഇത് നമ്മൾ ഓരി വെക്കുമ്പോൾ ഒന്ന്, ഈ ഉഖ്താണല്ലോ ഇവിടെ ഉള്ളത്. ആദ്യം ഈ ഉഖ്തിനെ തടയണ ആരെങ്കിലും അവിടെ ഉണ്ടോ? എങ്ങനെ ഇങ്ങനെ തടയാം? ഈ ഉഖ്ത് എന്ന് പറഞ്ഞ അവസ്ഥ കഴിഞ്ഞിട്ടല്ലേ ഈ എന്ന് പറഞ്ഞ പിതൃവ്യന ലാസ്റ്റത്തെ. നിങ്ങൾ ആകെ നോക്കേണ്ടതെന്ന് അറിയോ? ഇല്ല, നിങ്ങൾ ആകെ നോക്കേണ്ടി ഉഖ്ത് ഷഖീഖ് വാപ്പി ഉമ്മി ഒത്ത സഹോദരിയാ. ഈ സഹോദരൻ ആരാ തടിയ? ഒന്നുകിൽ വാപ്പ അല്ലെങ്കിൽ മകൻ, ഇവരെ തടിയുള്ളൂ. മരിച്ച മയ്യത്തിൻ്റെ വാപ്പ അല്ലെങ്കിൽ മകനെ ആരെ തടിയുള്ളൂ? സഹോദര ഗണത്തിന് തടിയുള്ളൂ. അപ്പം വാപ്പിയില്ല ഇവിടെ, മകനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ തടിയാന്ന് പറഞ്ഞൊരു സംഗതി തന്നെ. മകൻ ശരിക്കും എത്തിക്കണ്ട, ആണാണ് മകൻ ആണ്. ഞാൻ ഇവിടെ നേരത്തെ എഴുതി ഫറ വാരിസ് ദക്കർ എന്ന് എഴുതിയത്. അപ്പം അതില്ലാത്തതുകൊണ്ട് ഇവരെ തടയുന്ന ആളില്ല. ഒറ്റക്കാണ് നിൽക്കുന്നത്. ഈ പെൺകുട്ടി ഒറ്റക്ക് വന്നാലും സഹോദരി ഒറ്റക്ക് വന്നാലും പകുതി സ്വത്താണ്. പെൺകുട്ടി ഒറ്റക്ക് വന്നാലും സഹോദരി ഒറ്റക്ക് വന്നാലും പകുതി സ്വത്ത്. ഇവിടെ സഹോദരനും കൂടി ഉണ്ടെങ്കിൽ എന്തായി? അസബായി മാറും, ബാക്കിയുള്ള സ്വത്ത് പങ്കിട്ടെടുക്കും. പക്ഷെ ഇവിടെ ഈ സഹോദരി എന്ന് പറഞ്ഞ ഈ സ്ത്രീ ഒറ്റക്ക് നിൽക്കുകയാണ് ഇവിടെ. അതിൻ്റെ കൂടെ അവരോട് പങ്കിടാൻ പറ്റിയ ആരുമില്ല. ഇത് കണ്ട്, ഇത് അതേ ദർജല്ല, അതിൻ്റെ പദവി ഒന്ന് താഴെയാണ്. വാപ്പൊത്ത സഹോദരനാണ്, വാപ്പി ഉമ്മിയൊത്ത സഹോദരനല്ല. അപ്പോൾ ഇവരതേ പദവിയിലല്ല, പദവി ഒന്നും അടിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവർക്ക് പകുതി. അമ്മ ഉണ്ടായിക്കോട്ടെ, അതിനെന്തോ ഇപ്പം ആ അമ്മൻ്റെ മോളല്ല അത്. എന്താ അമ്മൻ്റെ മോളല്ലേ? ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ അങ്ങനെ നോക്കല്ലേ, ഇവർ നമ്മളുടെ ബന്ധം നോക്കല്ലേ. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ആകാണ് മയ്യത്തേക്കുള്ള ബന്ധം നോക്കിയിട്ട് തന്നെ തീരുമാനമാവില്ല. പിന്നെ ഈ ഓരോ നമ്മളുടെ ബന്ധം കൂടി നോക്കിയാൽ നിങ്ങളിവിടെ നോക്കി. അതാണ് വാപ്പി ഉമ്മിയൊത്ത സഹോദരിക്ക് എത്ര കിട്ടി? പകുതി. ഉമ്മക്ക് സഹോദരങ്ങളുള്ളതുകൊണ്ട് ഉമ്മക്ക് 1/6. പിന്നെ ഈ വാപ്പയൊത്ത സഹോദരൻ എന്തായി? അസബ, ആൺതരിയല്ലേ. സഹോദര ഗണത്തിലുള്ള ആണുങ്ങൾ എപ്പം വന്നാലും ഓൽക്ക് നിർണീത ഓഹരി ഇല്ലല്ലോ. ഇനി ഉമ്മ ഒത്ത സഹോദരൻ്റെ വിഷയത്ത് മാത്രം നിർണീത ഓഹരി ഉള്ളത്, അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഓക്കെ, അപ്പം ഈ വാപ്പയൊത്ത സഹോദരന് നിർണീത ഓഹരില്ല. അപ്പോൾ ഇവിടെ അസബ, അതിനിട്ട് കൊടുക്കുക അസബ. അമ്മ സ്വാഭാവിക സഹോദര ഗണത്തിൽ ഒരാണുണ്ടെങ്കിൽ പിന്നെ അമ്മ എന്ന് പറഞ്ഞതിലേക്ക് പോവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുക? കട്ടെ. അതിനാണ് ഹജ്ബ് എന്ന് പറയുക. ഹജ്ബ് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുക, ഹജ്ബ്. അപ്പോൾ ഇവിടെ ഈ അമ്മിനെ ഹജ്ബ് ചെയ്തതാരാ? ഈ വ്യക്തിയാണ്. അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് ഇതിൽ ഒരാൾക്ക് കൊടുക്കൂല എന്ന് പറയുകയാണെങ്കിൽ അതിന് ബ്ലോക്ക് ചെയ്യണ ഒരാളുണ്ടാവും. ഇവിടെ ഈ വാപ്പയൊത്ത സഹോദരൻ എന്ന് പറഞ്ഞ ആളാണ് ആരെ ബ്ലോക്ക് ചെയ്തത്? ഈ അമ്മിനെ ബ്ലോക്ക് ചെയ്തത്. ക്ലിയർ ആയില്ലേ? അതാണ് ഞാൻ നേരത്തെ ഇവിടെ എന്ത് ചെയ്തത് നിങ്ങൾക്ക് ആദ്യം ബുനൂവത്തുൻ, ഉബൂവത്തുൻ, ഉഹൂവത്തുൻ, ഉമൂമത്തുൻ. ഒന്നുകൂടി ബുനൂവത്തുൻ, ഉബൂവത്തുൻ, ഉഹൂവത്തുൻ, ഉമൂമത്ത്. അതായത് ഈ ബുനൂവ എന്നുള്ളതിൽ ആണുണ്ടെങ്കിൽ വാപ്പക്ക് നിർണീത ഓഹരി കിട്ടും. വാപ്പനെ പിന്നെ എപ്പോഴും തടയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വാപ്പ ഗണത്ത് പെടുന്നവർക്ക് നിർണീത ഓഹരി ഉണ്ടെങ്കിൽ കിട്ടും. പിന്നെ ഉഹൂവക്ക് കിട്ടൂല. ഇതിൽ രണ്ടിലോ ഏതിലെങ്കിലും ഒന്നില്ല. അതായത് ബുനുവേലോ ഉബൂവേലോ ആൺതരി ഉണ്ടെങ്കിൽ, പിതൃഗണത്തിലോ മക്കളുടെ ഗണത്തിലോ ആൺതരി ഉണ്ടെങ്കിൽ സഹോദര ഗണത്തിക്ക് സ്വത്തന്നെ പോവില്ല, പിതൃവ്യ ഗണത്തിക്ക് പിന്നെ തീരെ പോവില്ല. അതേപോലെ സഹോദര ഗണത്തിൽ ആൺതരി ഉണ്ടെങ്കിൽ പിതൃവ്യ ഗണത്തിക്ക് എന്ത് പോവില്ല? ക്ലിയറാണ്. അപ്പോൾ ഇനി പിന്നെ ബാക്കി അവരുടെ ഇടയിൽ
പദവി നോക്കിയാൽ മതി. വാപ്പിമ്മി ഒത്ത സഹോദരി അതേ പദവിയിലാണോ? വാപ്പ മാത്രം ഒത്ത സഹോദരൻ അല്ല, ഈ സ്ത്രീ ഒരു പദവി മുകളിലാണ്. അപ്പോൾ ഇവിടെ ഈ മസല ശരിക്കും നോക്കുക. ഇതിൽ വാപ്പയൊത്ത സഹോദരൻ എന്തായി? അസബയാണ്, അതായത് നിർണീത ഓഹരിക്കാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള കിട്ടുന്ന ആളാണ്. അമ്മിനൊന്നുമില്ല, കാരണം അദ്ദേഹത്തിൻ്റെ മുകളിൽ അഹ്ലി അബ് ഉണ്ട്, അതുകൊണ്ട് ഈ അമ്മിനൊന്നുമില്ല. ഇനി ഇവിടെ നമ്മൾ നോക്കുക, പകുതി സ്വത്ത് പേർക്ക് 6 പേർക്ക് 2ഉം 6ഉം ഹരിച്ചാൽ പോകുന്ന സംഖ്യ 6 തന്നെ. 6 2 എത്ര? 3 പേർക്ക് പോയി. ബാക്കി 6 എന്ന് പറയുമ്പോൾ 1 ഉമ്മക്ക് പോയി. അപ്പം ബാക്കി 2 ആർക്ക് കിട്ടും? അഹ്ലി അബിന് കിട്ടും. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം, ഇവിടെ നമ്മളൊരു പെൺകുട്ടിനെ കൊണ്ടുവന്ന് ഇതേ മസാല ബോർഡ് നോക്കുക. ഇതേ മസാലയിൽ ആരൊക്കെ ഉള്ളത്? ഇതേ മസാലയിൽ നമ്മൾ നോക്കുക, ഉഖ്ത് ഷഖീഖ, ഓക്കെ, ഉമ്മ, അഖ്ലി അബ്, ഓക്കെ, അമ്മ, ബിൻത്ത്, ബിൻത്തോ, ബനാത്തോ അല്ലെങ്കിൽ ബിൻതുൽ ഇബ്നോ, ഈ മകൾ എന്ന കാറ്റഗറി വരുന്ന ആയാലും മതി. ഇവിടെ നമ്മൾ ബിൻത്ത് എഴുതി, ഓക്കെ. ഇനി നമ്മൾ നോക്കുക, ഇനി എന്താ ഇതിൽ വരുന്ന വ്യത്യാസം എന്ന്. ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച മസാല ഇത് നമ്മൾ വ്യത്യാസം എന്നാണ്. നേരത്തെ കാണിച്ച മസാലയിൽ ആരില്ല? ഈ ബിൻത്തില്ല. ഇനി എന്താ സംഭവിക്കുക? ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞെന്ന കാര്യം ഇവിടെ നോക്കുക. അതായത് ഈ വാപ്പയും ഉമ്മയും ഒത്ത സഹോദരി, ഇവർ മകളുടെ സാന്നിധ്യത്തിൽ ഇവരെന്തായി മാറി? ഒന്നുമല്ലാതാവില്ല, അസബയായി മാറി. അതായത് ഈ സഹോദരി മകൾ ഉണ്ടെങ്കിൽ ഇവിടെ ആണില്ല, ആണുണ്ടെങ്കിൽ ഇവർക്ക് ഒന്നും കിട്ടൂല. പെൺകുട്ടിൻ്റെ കൂടെ സഹോദരിമാരെന്താക്കണം? അസബയായി പരിഗണിക്കണം. അത് നമ്മൾ പഠിച്ചൊരു അടിസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ ഇവർ അസബായി. ഉമ്മക്ക് സഹോദരങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ മകളുണ്ട്. അപ്പോൾ ഉമ്മക്ക് 6 ഇനി വാപ്പയൊത്ത സഹോദരൻ, ഇതാ അതിൻ്റെ മുകളിലുള്ള ഒരാൾ അസബയായാൽ ഇവർക്ക് എന്തില്ല? സ്വത്തില്ല. ഇവർക്ക് എന്തില്ല? സ്വത്തില്ല. ഈ പെൺകുട്ടിക്ക് പകുതി. കണ്ടോ? അതായത് നേരത്തെ സഹോദരി ഒറ്റക്കുള്ളൂ, ഇനി മോള് വേറല്ല. അപ്പോൾ പകുതി ആർക്കാ പോയത്? സഹോദരിക്ക്. പക്ഷെ അതേ സ്ഥാനത്ത് ഇവിടെ മോള് വന്നപ്പം സഹോദരിക്ക് പകുതി പോയോ? ഇല്ല. ആ പകുതി ആർക്കാ പോയത്? മകൾക്കാ പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, വാപ്പയും ഉമ്മയും ഒത്ത ഈ സഹോദരി ഉണ്ടല്ലോ, ആ സഹോദരി ഇവിടെ അസബയെ മാറി. ഇനി നമ്മളിത് ഓരി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഉമ്മക്ക് 6 മൊത്തം 6, 6 1 ഉമ്മക്ക്, 3 ഈ പെൺകുട്ടിക്ക്, ഇയാൾക്ക് സ്വത്തില്ല, ഇയാൾക്ക് സ്വത്തില്ല. ബാക്കി വരുന്നത് എത്ര? 2 ഈ സഹോദരിക്കായി. എങ്ങനെ? ആ സഹോദരി എന്ന് വരും. അത് നിങ്ങൾ നോക്ക്, ഉഖ്തുലി അബ് എന്ന് പറഞ്ഞാൽ അവരിവരൊക്കെ ഒരേ പദവിയാണ്. അഹ്ലി അബ്, ഉഖ്തുലി അബ് ഒക്കെ ഒരേ പദവിയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഉഖ്തുലി അബ് കൊടുത്താൽ ഇവർ രണ്ടാളും ഒരുമിച്ച് വന്നിട്ട് എന്താ കാര്യം? അതിൻ്റെ മുകളിൽ വേറെ പദവിയിലൊരു അസബല്ലേ, അപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്യും. ഈ സ്ത്രീ ഇവിടെ നിന്ന് പോകണം ഇനി ഇവർക്ക് കിട്ടണമെങ്കിൽ. ഉഖ്തായാലും അഹായാലും ഒക്കെ, അതായത് വാപ്പി ഉമ്മി ഒത്ത ആൾ അസബയായി മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അസബ പറഞ്ഞാൽ നിർണീതമായ ഓഹരി കൊടുത്ത് ബാക്കിയുള്ള മുഴുവൻ സ്വത്ത് ഓർക്കാൻ പോവുക. പിന്നെ ഓർക്ക് ബാക്കിയുള്ള മുഴുവൻ സ്വത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളവർക്ക് പിന്നെ എങ്ങനെ സ്വത്ത് കൊടുക്കുക? ഇല്ലല്ലോ, സ്വത്ത് ഫുള്ള് കൊടുത്തില്ലേ, പിന്നെ ബാക്കി സ്വത്ത് എങ്ങനെ ഓർക്ക് കൊടുക്കുക? അത്ര സിമ്പിളാണ്. എങ്ങനെ? അതായത് അസബ ഗണം ഒന്നേ ഉണ്ടാവുള്ളൂ. അത് ഓല് ചിലപ്പോൾ 10 ആളുണ്ടാവും, ഓല് ചിലപ്പോൾ 20 ആളുണ്ടാവും. പക്ഷേ ഗണം ഒന്നേ ഉണ്ടാവുള്ളൂ. സഹോദരി മകളും വരുമ്പോൾ സഹോദരിയല്ലേ അസബാവുന്നുള്ളൂ, മകളാവുന്നില്ലല്ലോ. മകളെപ്പോഴും നിർണീത ഓഹരി തന്നെ. മകൾ അസബാവും എപ്പോഴാണ്? ആ മകളെ കൂടെ ഒരു മകൻ വരണം. മകളോടൊപ്പം പറഞ്ഞാൽ മകളുടെ സാന്നിധ്യത്തിൽ സഹോദരിയെ അസബയായി പരിഗണിക്കണം. അവിടെ നമ്മൾ മകൾക്ക് എത്ര കൊടുത്തത്? അത് അവിടെ തന്നെ ഉണ്ട്. മകൾക്ക് എത്ര കൊടുത്തത്? പകുതി കൊടുത്ത്. പക്ഷെ അതേ സ്ഥാനത്ത് സഹോദരൻ നമ്മൾ എന്തായിട്ട് പരിഗണിച്ചത്? അസബയായിട്ട് പരിഗണിച്ചത്. ഓക്കെ. തഴയപ്പെടും. അഹ്ലി അബിന് കിട്ടൂല. കാരണം എന്താ?
അവർ രണ്ടാളും കൂടി അസബയായില്ലേ. അപ്പോൾ അഹ്ലി അബിന് കിട്ടൂല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അറിയോ, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അതായത് ബുനുവ എന്ന് പറഞ്ഞില്ല നമ്മൾ. ബുനുവ എന്ന് പറഞ്ഞാൽ എന്താ? മകൻ, മകൻ്റെ മകൻ, മകൻ്റെ മകൻ. മകൻ ഉണ്ടെങ്കിൽ മകൻ്റെ മകന് കിട്ടുമോ? കിട്ടൂല. ഇനി മകൻ്റെ മകനുണ്ടെങ്കിൽ മകൻ്റെ മകൻ്റെ മകന് കിട്ടുമോ? കിട്ടില്ല. അതായത് പദവി എന്ന് പറയും, ദറജ എന്ന് പറയും. അതായത് ഒന്ന് ജിൻസ്, നേരത്തെ എഴുതിയ സാധനം ഒന്നുകൂടി എഴുതുക. ഒന്ന് ബുനുവ, രണ്ടാമത്തെ ഉബുവ. അബ് എന്നുള്ളതാണ് ഈ ഉബുവ എന്ന് പറയുന്നത്, മനസ്സിലായി? മറ്റേത് ഉഹുവ, ഉമൂമ. ഓക്കെ, ഇതിൽ നോക്കുക. മകൻ, ഇതിലിപ്പം ഇബിനുണ്ടെങ്കിൽ, ഇബിനുണ്ടെന്ന് വിചാരിക്കുക, ഇബിനുൽ ഇബിനെ എന്ത് ചെയ്യൂല? ആദ്യം നോക്കുക ഇതിൽ ഈ ഏത് ഗണത്തിൽപ്പെടുന്ന ആളുള്ളതെന്ന്. അപ്പോൾ ഫസ്റ്റ് ഗണത്തിൽപ്പെട്ട ആളുണ്ടെങ്കിൽ പിന്നെ പദവി നോക്കുക. മുകളത്തെ പദവിയുള്ള ആളുണ്ടെങ്കിൽ അടിയത്തെ പദവിയുള്ള ആൾക്ക് കിട്ടൂല. ഇത് അസബൻ്റെ വിഷയമാണ്. ഇതൊക്കെ ആണുങ്ങളാണ്. ഓക്കെ, ഇനി പെണ്ണുങ്ങൾ അസബായിട്ട് വരും. എപ്പോൾ? ഒന്നുകിൽ ഈ കാണുന്ന ആണുങ്ങളുടെ അതേ പദവിയിൽ പെണ്ണുങ്ങൾ വരിക. അപ്പോൾ അവരെന്തായി മാറും? അസബയായി മാറും. ഈ ആണുങ്ങളുടെ കൂടെ എന്ത് വരിക? പെണ്ണുങ്ങൾ വരിക. അപ്പോൾ അവർ അസബയായി മാറും. രണ്ടാമത്തത് പിന്നെ അത് ഉമ്മക്ക് ബാധകമാവില്ല. കാരണം ഉമ്മ എന്താണ്? നിർണീതമായ ഓഹരിക്കാരിത്തിയാണ്. എപ്പോഴും ഒന്നുകിൽ 3-1 അല്ലെങ്കിൽ 6-1. ഉമ്മക്ക് അതേ ഉള്ളൂ. സഹോദര ഗണത്ത് വരുമ്പോൾ അവിടെ സഹോദരിയും സഹോദരനും എന്താവും? രണ്ടാളും ചേർന്നിട്ട് അസബ. ഒരേ പദവിയിലുള്ള ആണുണ്ടെങ്കിൽ അവർ അസബയായിട്ട് മാറും. എന്ത് ഈ അസബയായിട്ട് മാറുമെന്ന് പറഞ്ഞാൽ നിർണീത ഓഹരിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം ബാക്കി മൊത്തം സ്വത്ത് കിട്ടുന്ന അവസ്ഥയായിരിക്കും. ആണിന് പെണ്ണിൻ്റെ ഇരട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൽ ഇപ്പോൾ നമുക്ക് ബോർഡിലുള്ള മസാല, ബോർഡൊന്ന് കണ്ടോ? ഉഖ്ത് ഷഖീഖ, ഉമ്മ്, അഖ്ലി അബ്, അമ്മ്. ഇത് ശരിക്കും ശ്രദ്ധിക്കുക. ഇതിനെ നമുക്ക് കുറേ ഒന്ന് മസാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ചെയ്ത് നോക്കാം. ഒന്ന് വാപ്പയും ഉമ്മയും ഒത്ത സഹോദരിക്ക് എത്ര ഉണ്ടാവും? ഇതിൽ എത്ര ഉണ്ടാവും? ഒന്ന് അവരെ തടയണ ആരെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ല, ഒരൊറ്റക്കുമാണ്. തടയണ ആരും ഇല്ല. എത്ര കിട്ടും? പകുതി. പെൺകുട്ടീൻ്റെ പോലെ തന്നെ. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക്, പെൺകുട്ടീനെ തടയുന്ന അവസ്ഥ ഉണ്ടാവില്ല. പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അവരുടെ അതേ പദവിയിൽ ആണില്ല എങ്കിൽ അവർക്ക് പകുതിയെ വരിക. എന്ന പോലെ തന്നെയാണ് സഹോദരൻ്റെ അവസ്ഥ. അപ്പോൾ അവർക്ക് പകുതി. ഉമ്മക്ക് എത്ര ഉണ്ടാവും? 6-1. ഈ വാപ്പയത്ത് സഹോദരനെ തടയണ ആരെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ല. തടയണ ആരെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ ഇവർ അസബയായി മാറണം, അല്ലെങ്കിൽ ഇവരുടെ അതേ പദവിയിൽ വേറൊരാണും വേണം അവരെ കൂടെ. അപ്പോൾ ഇയാൾക്ക് പോവില്ല. പക്ഷേ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അപ്പോൾ ഇയാൾ അസബ, ബാക്കി സ്വത്ത് കിട്ടുന്ന ആൾ. ഈ സഹോദര ഗണത്തിൽ ഒരു അസബ ഉള്ളത് കൊണ്ട് പിതൃവ്യൻ എന്ത് ചെയ്യൂല? പോവില്ല. കാരണം അത് അടുത്ത ഗണല്ലേ, അയാളൊന്നും കൂടി വിട്ടല്ലേ. അപ്പം ഇയാൾക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? കണ്ടോ, പകുതി 6-1, ബാക്കി സ്വത്ത് ഇയാൾക്ക് കിട്ടും. ഇനി ഇതേ സ്ഥാനത്ത് നമ്മൾ ഇവിടെ ഒരു പെൺകുട്ടീനെ ചേർത്താൽ, ഇതേ മസാലയിൽ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക മരിച്ചാക്ക്. അപ്പം എന്താവും? പെൺകുട്ടിക്ക് പകുതി. ഇവർ അസബയായി മാറും. ഈ വാപ്പയൊത്ത സഹോദരനും കിട്ടൂല. കാരണം അതിൻ്റെ മുകളിലൊരു അസബ 1. കാരണം ഈ സഹോദരി പെൺകുട്ടിയുടെ സാന്നിധ്യത്തിൽ സഹോദരി അസബയായിട്ട് മാറി. ഇനി ഇതേ സംഗതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ അഖ്ലി അബ് എന്നുള്ളത് മാറ്റിയിട്ട് ഈ അഖ്ലി അബ് ഇവിടെ നിർത്തുക. ഈ ഉഖ്ത് ഷഖീഖ് എന്നുള്ളതിൻ്റെ കൂടെ ഒരു അഖ് ഷഖീഖ് കൊടുക്കുക. വാപ്പിമ്യത്തൊരു സഹോദരനുണ്ട്. അപ്പോൾ ഓര് രണ്ടാളും തമ്മിൽ എന്തായി? അസബയായി. എപ്പോഴും ഒരേ പദവിയിലുള്ളവർ അസബയായ ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, പുരുഷന് സ്ത്രീയുടെ ഇരട്ടി, ആ അവസ്ഥ വരിക. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോഴും ഇയാൾക്കും കിട്ടൂല, ഇയാൾക്കും കിട്ടൂല. കാരണം എന്താ? ഇദ്ദേഹത്തെക്കാൾ പദവിയുള്ള ഒരാണുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് കിട്ടൂല. അപ്പോൾ വാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ ഉണ്ടായിരിക്കെ വാപ്പ മാത്രം ഒത്ത സഹോദരന് സ്വത്ത് കിട്ടൂല. ഓക്കെ, ഇതാണുള്ളത്. ഇനിയും കുറച്ച് മസാലകളുണ്ട്. പിന്നെ കോംപ്ലിക്കേഷൻക്ക് നമുക്ക് പോകണ്ട. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ഇതിൽ എന്താ വെച്ചാൽ ഏകദേശം, അതായത് ഒരവസ്ഥ മനസ്സിലാക്കാനാണ് ഇത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വൈകാതിരിക്കുന്നതാണ് ഏറ്റവും ഹൈർ. വൈകുന്നത് കുഴപ്പം തന്നെയാണ്.
മയ്യത്ത് അറിയില്ലല്ല, വൈകുന്നത് കുഴപ്പം തന്നെയാണ്. പ്രശ്നങ്ങൾ കൂടും, മാനസികമായ അവസ്ഥകൾ മാറും, അവകാശികൾ മരണപ്പെടാം, അവകാശികളായ ആളുകൾക്ക് അത് അവർക്ക് കിട്ടേണ്ടതാണല്ലോ, അത് അവർക്ക് ലഭിക്കാതെ അവർ മരണപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഒക്കെ പോകുന്ന അവസ്ഥകളൊക്കെ വരാം. അപ്പോൾ ഇതിനൊരു കൈകാര്യകർത്താവായിട്ട് ഇതൊരു കൈവശപ്പെടുത്തി നിൽക്കുന്ന ഒരു ചങ്ങായി ഉണ്ടാവും, അവനതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അവൻ എന്താ വെച്ചാൽ ആ ആളെ സംബന്ധിച്ചിടത്തോളം ഇത് വീതം വെച്ച് കൊടുക്കാത്തതിന് അയാൾ എന്ത് ചെയ്യേണ്ടി വരും? പടച്ചവൻ്റെ മുന്നിൽ മറുപടി പറയണം. അപ്പോൾ എന്താ വെച്ചാൽ ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിനോടുള്ള കടപ്പാടുകളിൽ പെട്ടത് തന്നെയാണ് അയാളുടെ തെരിക്ക് എന്ത് ചെയ്യണം? അനന്തര സ്വത്ത് ഓഹരി വെക്കണം. അപ്പോൾ അത് ഓഹരി വെക്കുമ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ആദ്യം എല്ലാവർക്കും ഒരു നസീഹത്ത് കൊടുക്കുക. അതിലെന്താണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പരസ്പരം ഏറ്റവും ഹൈറായ രൂപത്തിൽ വീതം വെക്കാൻ വേണ്ടി പരിശ്രമിക്കുക. എല്ലാവരും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തിൽ മാത്രം അതിനെ സമീപിക്കുക. എൻ്റെ ഒരു അംശം അങ്ങോട്ട് പോയാലും മറ്റൊരാളുടെ ഒരു അംശം ഇങ്ങോട്ട് കൂടരുത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഇരുന്നിട്ട് പരസ്പരം ഓരി വെച്ചാൽ ഇനിയിപ്പം അങ്ങനെ ഒരു വീതം മറ്റൊരാളേക്ക് അഥവാ ഞാനൊരു വിട്ടുവീഴ്ച ചെയ്ത പടച്ചോനെ അത് ഇപ്പുറത്ത് തരും, 100% ഉറപ്പാണ്. നമുക്ക് ഈ റിസ്ക്കിനൊരു അത് പടച്ചോ അങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ച്. ഈ റിസ്ക്കിനൊരു ഇതുണ്ട്, ഒരു ഫോർമുല. നമുക്ക് റിസ്ക് വർദ്ധിക്കാൻ, അതേപോലെ തന്നെ റിസ്ക്കിൽ ബർക്കത്ത്, അതായത് വർദ്ധിച്ച് ഇത് ഉപകാരപ്പെടണ്ടേ, ആ ഒരു ബർക്കത്ത് ലഭിക്കണമെങ്കിൽ അതിൽപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്ന്, ചില ആൾക്കാരുണ്ട് പൈസ എന്നും എണ്ണി 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 കണക്കാക്കി, അപ്പോൾ അള്ളാഹു അയാൾക്ക് എണ്ണിയേ നൽകുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. നേരെ പക്ഷെ ഒരു മനുഷ്യന് അള്ളാഹു കൊടുത്ത് അവൻ്റെ ആവശ്യങ്ങൾക്ക് മാന്യമായി അവൻ ചിലവാക്കുന്നു, അപ്പോൾ പടച്ചോ അവന് പിന്നെയും കൊടുക്കും. മറ്റേ ഓന് കൊടുത്തത് തന്നെ ഓന് ആവശ്യമില്ല, ഓൻ പിടിച്ചിങ്ങനെ ഇരിക്കുക, ഓന് പിന്നെ പടച്ചോ കൊടുക്കുമോ? ഓന് കൊടുക്കൂല, ഓനത്ര മതി. ഇതൊക്കെ ആദ്യം ഇത് ശരിക്കും നമ്മൾ പഠിച്ച നേരെ മറിച്ച് നിങ്ങൾക്ക് ലഭിച്ച നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാന്യമായ നിങ്ങളുടെ ആവശ്യം ദൂർത്ത് കാണിക്കാൻ പാടില്ല. പക്ഷേ നിങ്ങൾ മാന്യമായ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? ചിലവാക്കണം. നമുക്ക് അതാണ് അമ്മ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. പടച്ചോനൊരു അനുഗ്രഹം നമുക്ക് തന്ന്. അപ്പോൾ അള്ളാഹു എന്താ ഇഷ്ടപ്പെടുന്നത്? തന്ന അനുഗ്രഹം നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഇപ്പോൾ മക്കൾക്ക്, അപ്പോൾ നമ്മൾ വീട്ടിൽ നമുക്ക് മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ, പക്ഷെ നമ്മൾ എന്നാലും അവർക്ക് കൊടുക്കാതെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ നോക്കിയാൽ പൈസ ഉണ്ടാവാതാവുക ചെയ്യുക. നേരെ പക്ഷേ നമ്മൾ റിസ്ക് കൊടുക്കും എന്നതുപോലെ നമുക്കൊരു ഹക്കിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത അള്ളാഹു പുറത്ത് എന്ത് ചെയ്യും? അതാണ് അത് ഹദീസ് തന്നെ. മാ സാദ അല്ലാഹു അബ്ദൻ ബി അഫ്വിൻ ഇല്ലാ ഇസ്സ. വിട്ടുവീഴ്ച കാരണത്താൽ അള്ളാഹു നിങ്ങളുടെ പ്രതാപം വർദ്ധിപ്പിക്കുകയേ ചെയ്യുക. ഇസ്സത്ത് വർദ്ധിപ്പിക്കും. എല്ലാം എലിപെട്ട് ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം എലിപെട്ടല്ലോ, അത് അള്ളാഹു വർദ്ധിപ്പിക്കുകയേ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഒരു ദിവസം ഒരാൾക്ക് ചെറുതാണെങ്കിലും ധർമ്മം ചെയ്യുക, കാരണം മലക്കിൻ്റെ പ്രാർത്ഥന ലഭിക്കും. പിന്നെ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ വഅഅതി മുംസിക്കൻ തലഫ എന്ന് ഒരു മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ധർമ്മം ചെയ്യുന്നവൻ അള്ളാഹു നീ വർദ്ധിപ്പിച്ചു കൊടുക്കുക, പിടിച്ചു വെക്കുന്നവൻ അള്ളാഹുവെ നീ എന്ത് ചെയ്യും? നീ അവൻ്റെ സ്വത്ത് നീ നശിപ്പിച്ചു കളയും. തലഫ് കൊടുക്കുന്ന പറയാം, ഖലഫ് ഉണ്ടാവില്ല, ബാക്കിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പിന്നെ ഒരു ദിവസം നമ്മൾ ഹലാലായ രൂപത്തിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ സ്വത്ത് ചിലവാക്കണം. നമ്മൾ പിശുക്ക് എന്ന് പറഞ്ഞു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിശുക്ക് എന്ന് പറഞ്ഞ സ്വഭാവം ഒരാൾക്ക് ദുനിയാവും ആഖിറത്തും ഉപകരിക്കാത്ത സ്വഭാവമാണ്. കാരണം എന്താ? ദുനിയാവിൽ ഓൻ അനുഭവിക്കാൻ സാധിച്ചില്ല, ആഖിറത്തിലിട്ട് ചെല്ലുമ്പോൾ അവിടെ ഉപകരിക്കില്ല. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? തന്നെ ചിലവഴിക്കുക. അതിനനുസരിച്ച് പടച്ചോൻ തരും. ഒരു കുട്ടി ഉണ്ടായി, അടുത്ത കുട്ടി ഒരാളിങ്ങനെ അല്ലാ ഈ കുട്ടി ഇനിയൊരു കുട്ടിയും കൂടി വന്നപ്പോൾ എവിടുന്നാ അപ്പം ഞാൻ ഉണ്ടാക്കാന്നോ ആലോചിച്ചാൽ പടച്ചോ അവൻ എങ്ങനെ അവൻ ചിന്തിക്കുക, അതിനനുസരിച്ചാണ് പടച്ചോന് കൊടുക്കുക. നേരെ മറിച്ച് ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ റിസ്ക് പടച്ചോ എനിക്ക് തരുന്ന പറഞ്ഞാൽ ആ കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഓൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ആ റിസ്ക് കണ്ട് വരും, അത് വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പടച്ചോ അങ്ങനെയാണ് ഈ റിസ്കിൻ്റെ കാര്യങ്ങളെ പൊതുവിൽ നിർണയിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ റിസ്കിനെ വിശാലമായി കണ്ടാൽ പടച്ചോ റിസ്ക് വിശാലമാക്കി, നമ്മൾ റിസ്കിനെ കുടിസാക്കി കണ്ടാൽ എന്ന് പറഞ്ഞാൽ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് മടി കാണിക്കുന്നല്ല, നമ്മൾ പരിശ്രമിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിലെന്ത് ചെയ്യും? ബർക്കത്ത് നൽകും. നമുക്ക് അധ്വാനിക്കുന്നതിൽ അള്ളാഹു റിസ്ക് വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ അനന്തര സ്വത്തായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇൻഷാ അള്ളാഹ് ഒന്ന് എല്ലാവരും നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം? അത് പഠിക്കണം. പിന്നെ ഈ നോട്ട്സിലുള്ള ചില മിസ്റ്റേക്സ് നമ്മളിപ്പോൾ എടുക്കുന്ന സമയത്ത് കണ്ട എറർ ഞാനത് ഇത് ചെയ്തിട്ട് അതിൻ്റെ PDF അയച്ചു തരും. അതൊന്ന് എല്ലാവർക്കും ഇൻഷാ അള്ളാഹ് പിന്നെ അയച്ചു തരും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പറയാം.
ജീവിച്ചിരിക്കുമ്പം അനന്തരസ്വത്ത് ഓരിക്കാൻ പാടില്ല. കാരണം ഈ വാപ്പയാണോ മകനാണോ ആദ്യം മരിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ വാപ്പയ്ക്ക് സ്വത്തുണ്ട്, മക്കൾക്ക് ആവശ്യമുണ്ട്, ആവശ്യം പരിഗണിച്ച് അവർക്ക് വീതിച്ചു കൊടുക്കുക. അതായത് മക്കളുടെ ആവശ്യം പരിഗണിച്ച് വാപ്പയ്ക്ക് എന്ത് ചെയ്യുക, വീതിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഈ വീതിച്ചു കൊടുക്കുന്നതിൽ അതിലൊരു നീതി ഉണ്ടാവണം. എന്നാൽ ഇപ്പോൾ എല്ലാ മക്കളും അൽഹംദുലില്ലാ നല്ല റാഹത്തില്ല, ഒരു മകൻ മാത്രം വളരെ പ്രയാസത്തിലാണ്, ഒരുപാട് പരീക്ഷണങ്ങളുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ വാപ്പ ആ മകനെ മാത്രം സഹായിക്കാൻ പറ്റും. കാരണം അവിടെ എന്തുണ്ട്, ഒരു കാരണമുണ്ട്. അത് പക്ഷെ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, വാപ്പ എല്ലാവരെയും ഒന്ന് വിളിച്ചിട്ട് അവൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് നമുക്ക് അവനിങ്ങനെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വാപ്പ ചെയ്യുമ്പോൾ എല്ലാവർക്കും അതിനോടൊരു താല്പര്യം ഉണ്ടാകും. അല്ലാതെ ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒരാളുടെ വീട്ടിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അധികം വരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ മകളെ വിവാഹം കഴിക്കുമ്പോൾ ഒരു ഭീമമായ തുക കൊടുക്കുക അല്ലെങ്കിൽ സ്വർണം കൊടുക്കുക. അപ്പോൾ ഇത് ബാക്കിയുള്ള മക്കൾക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ അനന്തര സ്വത്തിൻ്റെ വിഷയം വരുമ്പോൾ അവിടെ കച്ചറാവും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ മോൾക്കാവട്ടെ മോനാവട്ടെ ആർക്കും അങ്ങനെ പ്രത്യേകമായി കൊടുക്കാൻ പാടില്ല. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹുവിൻ്റെ പിതാവ് ബഷീർ റളിയല്ലാഹു നുഅ്മാൻ റളിയല്ലാഹുവിന് മാത്രം ഒരു ഭൃത്യനെ കൊടുത്ത്, ഒരു വേലക്കാരനെ ഭൃത്യനാക്കി കൊടുത്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ് ഇത് ഞാൻ സമ്മതിക്കില്ല, കാരണം നമുക്ക് എത്ര മക്കളുണ്ട്, ഒരു മോന് മാത്രം അങ്ങനെ ഒരു വേലക്കാരനെ ഒരു ഭൃത്യനാക്കി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അദ്ദേഹം ഒരു പാരിതോഷികം എന്നുള്ള നിലയ്ക്ക് ഒരു മകനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് ചെയ്തതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് ഇതിന് അനുവാദം വാങ്ങിയാലേ ഇത് ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് ആര് പറഞ്ഞു? അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് ഈ വിഷയം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ചത് അനഹൽത കുല്ല വലദക മിസ്ല ഹാദ, എല്ലാ മക്കൾക്കും നീ ഇതുപോലെ കൊടുത്തുവോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, ഒരു നുഅ്മാന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഷ്ഹിദ് അലാ ഹാദാ ഗൈരി ഫവല്ലാഹി ലാ അഷ്ഹദു അലാ ജൗർ, ഞാൻ അനീതിക്ക് സാക്ഷി നിൽക്കുന്ന വ്യക്തിയല്ല, ഇതിന് നിനക്ക് വേറെ വല്ല ആളുകളെയും സാക്ഷി കിട്ടുമോ എന്ന് നീ പോയി നോക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും മക്കൾക്കിടയിൽ നീതി പുലർത്തുകയും ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ വിവാഹ സമയത്ത് ഒരു പെൺകുട്ടിക്ക് സാധാരണ നിലക്ക് ധരിക്കാനുള്ള ആഭരണം, ആൺകുട്ടിക്ക് ആഭരണം ആവശ്യമില്ല, പെൺകുട്ടിക്ക് ആഭരണം, അതൊരു മാന്യമായ ഉറഫ് അനുസരിച്ചിട്ടൊരു ധരിക്കാൻ ആവശ്യമായ ആഭരണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വിഷയമുണ്ട് എന്നല്ല പറയുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്കുള്ളൊരു ആഭരണം, ഈ വിവാഹമാവട്ടെ വിവാഹം അല്ലാത്ത കാര്യമാവട്ടെ കൊടുക്കുമ്പോൾ അവിടെ ഇപ്പുറത്തെ മക്കൾക്ക് കൊടുക്കാൻ വേണം, അതുണ്ടാവില്ല. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അനന്തര സ്വത്ത് ഓരി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ മകൻ തന്നെ ആയിരിക്കും ആ സ്വർണം കൊടുത്തിട്ടുണ്ടാവുക. അതായത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ കൊണ്ടുള്ളതാണ്. ഈ അടുത്ത് ഒരു സൗദിയെ പിന്നെ ഒരാൾ എന്നോട് തമാശക്ക് മൂപ്പരടുത്ത് പോയ സമയത്ത് എന്നോട് തമാശക്ക് ഇന്ത്യയിൽ നിന്ന് എനിക്കൊരു പൊണ്ണ് കിട്ടും, എന്നാൽ കുറേ പൈസ ഇങ്ങോട്ട് കിട്ടുമല്ലോ എന്ന്. അതൊരു ഇവിടെയൊക്കെയാണ് മഹർ, എത്രത്തോളം മഹർ അവരങ്ങോട്ട് കൊടുക്കണം, ചോദിക്കുന്ന മഹർ കൊടുക്കണം. പക്ഷെ നമ്മളെ നാട്ടിലൊരു ദുരന്തമാണ് അത്. ഇപ്പോഴും നമുക്ക് അതിൽ നിന്ന് പുറത്തരാൻ പറ്റില്ലേ. നമ്മളെല്ലാ സെൽഫിയത്തും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടും അവസാനം നമ്മളും കല്യാണം നടത്തും, അവസാനം പെൺകുട്ടിക്ക് കുറേ സ്വർണ്ണം അങ്ങോട്ട് കൊടുക്കും. നമ്മൾ ആ ഒരു അവസ്ഥയെ നമ്മൾ മാറണം. ഓക്കെ, അവർക്ക് ആവശ്യമായ അതേപോലെ നമ്മൾ ബാക്കിയുള്ള മക്കൾക്ക് കൊടുക്കാൻ പറ്റണം, ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കരുത്. ഇത് അള്ളാൻ്റെ മുന്നേ മറുപടി പറയേണ്ട ഒരു സംഗതി. ഇത് പിന്നെ എപ്പോഴാണ് പ്രശ്നം വരിക എന്ന് വെച്ചാൽ, പിന്നെ അനന്തര സ്വത്തിൻ്റെ സമയം വരുമ്പോൾ അന്ന് കല്യാണ സമയത്ത് നിനക്ക് ഇത്ര തന്നില്ലേ, അപ്പോൾ പറയാം അത് അന്ന് വാപ്പ എനിക്ക് തന്നല്ലേ, അത് ഇതിൽ പെടൂല. അങ്ങനെ ആകെ മക്കൾ തമ്മിൽ ആകെ പ്രശ്നമായിരിക്കും. പിന്നെ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. വാപ്പ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനൊക്കെ മുന്നേ ഒരു നസീഹത്തുകൾ നമുക്ക് കൊടുക്കാം. ശർഈയായ പ്രകാരം നിങ്ങൾ വീതം വെക്കണമെന്ന് പറയാം. ചില കാര്യങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നീതിപൂർവകമായി ഇങ്ങനെ, ഇപ്പം ഇന്ന ആളാണ് ഇന്ന കാര്യം കൈകാര്യം ചെയ്യാൻ കൂടുതൽ മിടുക്കൻ, ഇന്ന ആൾക്ക് ഇന്ന കാര്യം കൈകാര്യം ചെയ്യാൻ നല്ലത്, അപ്പോൾ നിങ്ങൾ ഓരി വെക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഹൈർ എന്ന് വേണമെങ്കിൽ വാപ്പക്ക് നിർദ്ദേശിക്കാം. അതൊക്കെ ചെയ്യാം. പക്ഷെ നമുക്കറിയില്ല ഈ മകനാണോ ആദ്യം മരിക്കുക, ഈ വാപ്പാണോ ആദ്യം മരിക്കുക എന്ന്. ചിലപ്പം ഈ മകൻ്റെ അനന്തരാവകാശി വാപ്പായിരിക്കും, വാപ്പൻ്റെ അനന്തരാവകാശി ആവില്ല. ഇപ്പോൾ എത്രയോ ആളുകൾ അല്ലേ മക്കൾക്ക് വേണ്ടി ചെറുപ്രായത്തിൽ അവർക്ക് വീട് വരെ തയ്യാറാക്കി വെച്ചിട്ട് ആ മക്കളെല്ലാവരും മരണപ്പെട്ടു പോയ വ്യക്തികളെ നമുക്കറിയാം. അതായത് ഓരോ മക്കൾക്കുള്ള വീട് വരെ വാപ്പ എടുത്തു വെച്ചിട്ട് മുഴുവൻ മക്കളും മരണപ്പെട്ടു പോയ അള്ളാൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ആരാ ആദ്യം മരണപ്പെടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് ശർഈയായ നിയമങ്ങൾ നമ്മൾ പഠിക്കുക, മക്കളെ പഠിപ്പിക്കുക. അതാണ് അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ നിയമങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് മക്കളെ
ആ ബോധം തഖ്വ നമ്മൾ മക്കൾക്ക് കൂടി പകർന്നു നൽകുക. ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ. ഇങ്ങനെ ഒരു പ്രോഗ്രാം അതിൽ സംഘടിപ്പിച്ച് അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച ഒരുപാട് സംഘാടകരുണ്ടാവും. അള്ളാഹു അവർക്ക് ഇരു ലോകത്തും ഖൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ വല്ല സ്ഖലിതങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയും തെറ്റുകൾ മനസ്സിലാക്കാൻ തിരുത്താനുമുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. വബാറകല്ലാഹു ഫീക്കും വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്.